ഹലോ മെമ്പേഴ്സ്. അറൌണ്ട് ഹായ്. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു ഫസ്റ്റ് വെബിനാറാണ് നമ്മൾ നടത്തുന്നത്. ഫ്രീ വെബിനാർ ഫസ്റ്റ് നടത്തുന്നത്. ക്ലാസ്സസിന് മുമ്പ് എടുത്തിട്ടുണ്ട് 7 days ഓഫ് ക്ലാസ്. ആൻഡ് വീക്ക്ലി നിങ്ങൾക്കറിയാം എല്ലാ മാസവും നമ്മളുടെ മറ്റു വെബിനാർസ്, ബേസിക്സ്, ഓപ്ഷൻ ബൈയിങ്, ഫോറെക്സ്, ക്രിപ്റ്റോ, ഇത്തരം വെബിനാർസ് എല്ലാ മാസവും നമ്മൾ ഒരു പ്രിയർ ഡേറ്റിൽ ഫിക്സ് ചെയ്യാറ് നമ്മുടെ ക്ലയൻസിന് വേണ്ടി മാത്രം. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് തുടങ്ങുമ്പോഴേ പറയാം, ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ശരിക്കും ഒരു കടലാണ്. അതിൽ ഒന്നോ രണ്ടോ മണിക്കൂറിൽ പഠിപ്പിച്ചൊന്നും തീർക്കാൻ പറ്റില്ല. സോ ബിഫോർ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓപ്ഷൻ സെല്ലിങ്ങിന് വരുന്നവർ അത്യാവശ്യം ഓപ്ഷനെ പറ്റിയും ഓപ്ഷൻ ബൈങ്ങിനെ പറ്റിയൊക്കെ ഒരു ഒരു ബേസിക് അറിവുള്ളവരായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എടുക്കുമ്പം മുന്നോട്ട് പോകുമ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ, മൈന്യൂട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് വരാൻ പോകുന്ന ഓപ്ഷൻ ബൈയിങ് ബാച്ചിൽ നിങ്ങളൊന്ന് കയറാം. ഇത് നമ്മൾ എല്ലാ മാസവും ഇനി ഉണ്ടാവും. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ കമ്മ്യൂണിറ്റി എല്ലാ മാസവും നമ്മൾ വയ്ക്കുന്നതായിരിക്കും. സോ ഒന്നും അറിയില്ല, നിങ്ങൾക്കൊരു ഒരു അബ്സല്യൂട്ട് ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ, പറയുന്ന ടേംസ് ഇപ്പം ഐവിനെ പറ്റി പറയും, ഗ്രീക്സിനെ പറ്റി പറയും. അപ്പൊ അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്ന് ബൈയിങ് ക്ലാസ്സിൽ കയറി ഇതൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ എനിവേ എനിക്ക് തോന്നുന്നു 20ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ടോപ്പിക്സ്, മേജർ കാര്യങ്ങൾ, ഇപ്പം അറ്റ് ദ മണി ഇൻ ദ മണി ഒക്കെ എന്താണെന്നുള്ളതും ഓപ്ഷൻ ചെയിൻ എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി സമയം എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ടും കണ്ടിട്ടുണ്ട്. അത് ഡെയർ മിനിമം ഒരു ഓപ്ഷൻ സെല്ലിംഗ് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് സീരീസ് മസ്റ്റ് ആയിട്ട് കാണാം. ബൈയിങ്ങിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 11th ഈ മാസം 11th നമ്മുടെ ഒരു ഓപ്ഷൻ ബൈയിങ് ഫ്രീ വെബിനാർ ഉണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ബൈയിങ് ബാച്ച് ഉണ്ട്, ഓൺലൈൻ 7 days ഒക്കെ ഉള്ള ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് ഇപ്പം ഈ ലൈവ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. സമയം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ടോപ്പിക് തന്നെ എടുത്ത് തീരുമെന്ന് അറിയില്ല. കാര്യം ഞങ്ങൾ ഫസ്റ്റ് ടൈം എടുക്കുന്നത് കൊണ്ട് സ്ലോട്ട് സൈഡ് ഇല്ല. ആ ഫുൾ സ്ലൈഡ് തന്നെയാണ് മാക്സിമം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 7 days ഒക്കെ അല്ലെങ്കിൽ 10 days ഓപ്ഷൻ ക്ലാസ്സിനെയാണ് നമ്മളൊന്ന് ചുരുക്കി 2 hours പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ പല ഈ പറയുന്ന ബിഗിനിങ് കാര്യങ്ങൾ മിസ്സാവും. ഒട്ടും സമയം വലിച്ചു നീട്ടാതെ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പിക്ക് മുന്നോട്ട് പോകില്ല. സോ നമുക്ക് നേരെ നമ്മുടെ PPT പോകാം. യെസ്, കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ ആണ്. യെസ്. അഡ്വാൻസ്ഡ് ഓപ്ഷൻ സെല്ലിംഗ് എത്ര അഡ്വാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ എടുക്കുന്ന ഫസ്റ്റ് സെല്ലിംഗ് ക്ലാസ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോടൊക്കെ തന്നെ ചോദിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോവാതെ ഞാൻ തന്നെ ഉത്തരം പറയാം. എന്തിന് നിങ്ങൾ ഓപ്ഷൻ സെല് ചെയ്യണം? ഓപ്ഷൻ ബൈയിങ് ഉണ്ട്, സ്റ്റോക്ക് സ്വിംഗ് ലോങ് ടൈം ട്രേഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഓപ്ഷൻ സെല്ലേഴ്സ് എക്സിസ്റ്റ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ട്രേഡേഴ്സ് ഒക്കെ ഒരു പരിധി വരെ ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. അപ്പൊ അതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസിലൊക്കെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുള്ളൂ, ഓപ്ഷൻ ബൈയിങ് ചെയ്യില്ല. ഇൻ കേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യണമെങ്കിൽ തന്നെ അവന്റെ ഏതോ സെല് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവനൊരു ഫ്യൂച്ചർ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്യാനായിരിക്കും ഒരു കോൾ ഓപ്ഷൻ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. സോ അത്ര കോൺഫിഡന്റ് ആയിട്ട് ഓപ്ഷൻ സെല്ലിംഗ് എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണെന്ന് പറയാൻ ഈ 3 കാരണങ്ങളുള്ളത്. ഒന്ന്, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഈസ് ഹൈ. നിങ്ങൾ തന്നെ നമ്മളുടെ സെൻസിബിൾ, ഒബ്സ്ട്ര പോലുള്ള സ്ട്രാറ്റജി ബിൽഡർ സൈറ്റുകളിൽ ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ആഡ് ചെയ്തിടാ, ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ആഡ് ചെയ്തിടാ. ഇത് രണ്ടും ഒരേ അർത്ഥമാണല്ലോ. മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു കോൾ ബൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുട്ട് സെല്ല് ചെയ്യുക നേക്കഡ് ആയിട്ട്. അതിന്റെ പ്രോബബിലിറ്റി നോക്കാം. ഫസ്റ്റ് തിങ് ഇതാണ്. ഇപ്പം ഓസ്ട്രേലിയക്ക് ഫസ്റ്റ് കോൾ അതാണ്. പ്രോബബിലിറ്റി എന്നൊരു ഒരു ചോദ്യമുണ്ട്. ഇതൊരു നേക്കഡ് ബയർക്ക് 40-30% ഉണ്ടാവുള്ളൂ. എന്നാൽ സെല്ലർക്ക് 60-70%, ചിലപ്പോൾ 50-ന് മുകളിൽ എന്തായാലും ഉണ്ടാവും. സോ ഈ പ്രോബബിലിറ്റി, അതാണ് കാര്യം. നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് സെല്ലർക്ക്. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അപ്പൊ നമുക്ക് SLന്റെ എണ്ണം കൂടിയാലും, ഐ മീൻ കൂടുതൽ SL അടിച്ചാലും ആവറേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഈ 60% പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം 100 ട്രേഡ് എടുക്കണ്ടെങ്കിൽ 60 ട്രേഡും വിൻ ചെയ്യാനാണ് ചാൻസ്, 40 ട്രേഡാണ് ലൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് മതി നമുക്ക്. ഒരു പ്രോപ്പർ റിസ്ക് വാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ മിനിമം 50-50 കിട്ടിയാൽ മതി. 1:1.5 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ 50 ട്രേഡ് മെസ്സൽ അടിച്ചാലും പ്രശ്നമില്ല. എൻഡ് ഓഫ് ദ മന്ത് നിങ്ങളൊരു റിട്ടേണിൽ കലാശിക്കും. സോ ആ ഒരു ടീമിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. സെക്കൻഡ്, കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്. അത് ഞാനിത് നമ്മളിതൊരു കണ്ട് വളർന്നിട്ടുള്ളതിൽ, അല്ലെങ്കിൽ മേജർ ബിഗ് പോർട്ട്ഫോളിയോസ് ചെയ്യുന്ന ആൾക്കാർ ഓപ്ഷൻ സെല് ചെയ്യാൻ കാരണം കൺസിസ്റ്റൻസി. ഓപ്ഷൻ ബൈയിങ് ഒരു അല്പം കൂടി റിസ്കി ഗെയിമാണ്. ഒരു ബയ്യർ സക്സസ് ആവുന്നത് ഞാനൊരു 10% കേസസിലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒരു 1 or 2 ഇയർ ആയിട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നവർ സക്സസ് ആവുന്നത് ഒത്തിരി കണ്ടിട്ടുണ്ട്. സോ സ്റ്റിൽ ബൈയിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിലും
കൺസിസ്റ്റൻസി കൂടുതൽ സെല്ലറിനാണ്. അതിന്റെ കാര്യം പണി കുറവാണ്. ഒരു ബയറെ പോലെ ഫുൾ ടൈം നോക്കിയിരുന്ന് ഞാൻ പറയാറുണ്ട്, ബൈയിങ് ചെയ്യുമ്പം 100 കൈയും 1000 കണ്ണും വേണമെന്ന്. അങ്ങനെ എന്നിട്ട് പോലും ബൈയിങ് തെറ്റിപ്പോകും. പക്ഷെ സെല്ലിങ്ങിന് അത്രയൊന്നും വേണ്ട. സെല്ലിങ്ങിന് ഒരു കൈയും ഒരു കണ്ണും മതി. അപ്പോൾ അത്ര പണിയെടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ത്രൂ ഔട്ട് മന്ത് ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യാം. ചില ദിവസങ്ങളിൽ ഓപ്ഷൻ ബയ്യർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിൽ ബയ്യർ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് മാറിക്കണം. പക്ഷെ സെല്ലർക്ക് അങ്ങനെയില്ല. സെല്ലർക്ക് ഒരു 90% മാർക്കറ്റ് കണ്ടീഷൻസിലും സെല്ലിംഗ് ചെയ്യാം. ചില സിറ്റുവേഷൻസ് ഈവൻ വൈഡ് മൂവ്മെന്റ് വരുന്ന ഇവന്റ് ഒക്കെ ഉള്ള RBI പോളിസി പോലുള്ള ബിഗ് മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന മാർക്കറ്റുകളിൽ നിന്ന് മാത്രം മാറിയെന്നാൽ മതി. ബാക്കിയുള്ള മാർക്കറ്റുകളൊക്കെ സെല്ലേഴ്സിന് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ വിൻ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് ആണ്. ബയേഴ്സിന്റെ വിന്നിങ് കുറവാണ്. എസ്പെഷ്യലി ബിഗിനേഴ്സ് നമ്മളുടെ സെറോദിയെ കാണിക്കുന്ന പോലെ 90% ഓഫ് ദി ബിഗിനേഴ്സ് ലോസസ് മണി ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ. പക്ഷെ സെല്ലേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. കാരണം സെല്ലേഴ്സ് അല്പൂടി എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ആൻഡ് പാസീവ് ഇൻകം ഓഫ് കോഴ്സ്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പാസീവ് ഇൻകം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതൊരു സെല്ലർക്കാണ് അതിന്റെ പ്രോബബിലിറ്റി കൂടുതൽ. പലരും പറയാറുണ്ട് എനിക്ക് എന്റെ ശമ്പളത്തോടൊപ്പം ഒരു അധിക വരുമാനം എല്ലാ മാസവും കിട്ടണം. അങ്ങനെ ഒരു അതാണ് ഇൻകം. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വേറെ, ഇൻകം ഉണ്ടാക്കുന്നത് വേറെ. ഇപ്പൊ എനിക്കൊരു ചില സ്റ്റോക്ക് മേടിച്ച് ലോങ് ടൈമിലേക്ക് ഇട്ട് 3-4 ഇരട്ടിയാവും, അത് വേറെ കാര്യം. അതൊരു ഇൻവെസ്റ്റ്മെന്റ്. ഇത് റെഗുലർ ഇൻകം. എന്റെ ശമ്പളത്തിനൊപ്പം മാസം ഒരു ഇത്ര രൂപ ഇൻകം. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എന്റെ സെല്ലിംഗ് പോർട്ട്ഫോളിയോ, നമ്മളെ കോപ്പി ട്രേഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ മന്ത്ലി ഒരു 3 to 5% റിട്ടേൺ ഉണ്ടാക്കാറുണ്ടെന്ന് അല്ലെ. അപ്പൊ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആവറേജ് ഒരു 3000 രൂപയ്ക്ക് എനിക്ക് എല്ലാ മാസവും കിട്ടാറുണ്ട്. ചില മാസങ്ങൾ പോകാറുണ്ട്. ബട്ട് ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സെല്ലർക്കാണ് അല്പം കോൺഫിഡൻറ്റിൽ പറയാൻ പറ്റുള്ളൂ. മന്ത്ലി എനിക്കൊരു 5% ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു, ഡെയിലി 10% ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ക്രിപ്റ്റോനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. ഓഫ് കോഴ്സ് ഉള്ളതാണ്. ഇതിപ്പോ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാനത് അതിന് സ്ക്രീൻ കാണിച്ചു തരണോ? ഇതിപ്പോ ഇന്ന് രാവിലെ നമ്മുടെ ഒരു പൊസിഷൻസ് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. യെസ്, ഇത് നമ്മുടെ സെല്ലിംഗ് പോർട്ട്ഫോളിയോ ആണ്. ഇതിപ്പോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ മിനിങ്ങാന്നെടുത്ത ട്രേഡാണ്. 8% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സിംഗിൾ ഡേ. ക്രിപ്റ്റോയിലാണ്. ഏകദേശം ഒരു $100 $80 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 8% ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ 8% പ്രോഫിറ്റ് 1 ഡേ. സോ ഇത് പോസിബിൾ ആണ്. ഈ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാട്ടോ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. ക്രിപ്റ്റോ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. ഫ്രീ ആണ്. നമ്മുടെ റെഫറൽ ആയാൽ മതി. ഇതുപോലുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ എടുത്ത ട്രേഡുകൾ അപ്ഡേറ്റ് ചെയ്യുക, ഏതൊക്കെ പൊസിഷൻസ് എന്നുള്ളത്, അതിന്റെ P&Ls, അതിന്റെ പേ ഓഫ് ചാർട്ട്. നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഹെഡ്ജിങ് കമ്മ്യൂണിറ്റി പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് വാട്സപ്പിൽ. ഇതിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ക്രിപ്റ്റോ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. യെസ്. സോ ബാക്ക് ടു PPT. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പാസീവ് റെഗുലർ മന്ത്ലി ഇൻകം ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾ ആരായത് പറ്റുമോ? ഒരു സെല്ലർ. ഏറ്റവും മാക്സിമം പ്രോബബിലിറ്റി ഒരു സെല്ലർക്കാണ് ഇങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതൽ. യെസ്. ദെൻ വാട്ട് ഈസ് ആൻ ഓപ്ഷൻ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇത് 2 മണിക്കൂർ കൊണ്ട് തരുന്നു. ഇത് ഞാനൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ? ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഒരു കോൺട്രാക്ട് ആണ്. ഒരു ബയറും സെല്ലറും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അണ്ടർലൈങ് അസറ്റിന്റെ ബേസിൽ ബിഡ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു സ്പെക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബിറ്റ്കോയിൻ ആണ് അണ്ടർലൈങ് അസറ്റ് എങ്കിൽ ബിറ്റ്കോയിൻ കൂടും എന്നൊരു കൂട്ടർ പറയുന്നു, കുറയും എന്ന്, അല്ലെങ്കിൽ കൂടില്ല എന്നൊരു കൂട്ടർ പറയുന്നു. ഇവര് തമ്മിൽ, ആ കൂടുന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും ബയർ, കൂടില്ല എന്ന് പറയുന്ന ആൾക്കാർ സെല്ലർ. ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്ടിന് അവരൊരു പ്രീമിയം കൊടുക്കും. ഒരു പ്രീമിയം ബയർ കൊടുക്കും, സെല്ലർ കളക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇത് ശരിക്കും ഞാൻ പറയാൻ പാടില്ല. ഓൾറെഡി നമ്മൾ 1 മണിക്കൂറൊക്കെ എടുത്ത് ഒരു വീഡിയോ വെച്ച് 20 വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് വരാം. ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മേടിക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഊഹ കച്ചവടം ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന അസറ്റ്, ഇപ്പൊ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി കൂടും എന്നൊരു കൂട്ടർ പറയുന്നു, കൂടില്ല എന്നൊരു കൂട്ടർ പറയുന്നു. നിഫ്റ്റി താഴേക്ക് പോകുന്ന ഒരു കൂട്ടർ പറയുന്നു, താഴേക്ക് പോകില്ല എന്നൊരു കൂട്ടർ പറയുന്നു. ഇതാണ് ഓപ്ഷൻ. ആ പറയുന്ന കൂട്ടരാണ് കോൾ ബയറും കോൾ സെല്ലറും, പുട്ട് ബയറും പുട്ട് സെല്ലറും. സിമ്പിൾ. യെസ്. ദെൻ ഈ ടോപ്പിക്കിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പോയിന്റ്സ് കുറച്ച് ടേംസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബിഗിനർ ആണെങ്കിൽ ഇന്ന് പറയുന്ന പല കാര്യം മനസ്സിലാവുണ്ടാവില്ല. അതുകൊണ്ടാണ് വീഡിയോ സീരീസ് കാണാൻ പറയുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ, ഇതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് മാത്രം പറഞ്ഞേക്കാം. പ്രീമിയം ഓഫ് ഡൗൺ പേയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ബയറും സെല്ലറും കൂടി കൊടുക്കുന്ന ഒരു ഇതാണ്. ബയർ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് പ്രീമിയം. ഇപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വില 21,000 എന്ന് വിചാരിക്കും. ഈ 21,000 രൂപയൊന്നും കൊടുക്കണ്ട ഒരു ലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. പകരം ഒരു 5,000 രൂപ ഒരു ബയർ ഇതിന് പകരം കൊടുക്കുന്നു. നിഫ്റ്റി 21,000 നിന്ന് 23,000 പോകും. അത് ഞാൻ തമാശക്ക് പറഞ്ഞ കാര്യങ്ങൾ റിയൽ ആട്ടോ. കഴിഞ്ഞ ദിവസത്തെ FII ഡേറ്റ നോക്കിയപ്പോൾ നിഫ്റ്റി 23,000 പോകാനുള്ള ചാൻസ് ഉണ്ട്. FIIs 7,000 crores DIs 2,000 crores ആണ് ലാസ്റ്റ് ട്രേഡിംഗ് ദിവസം, അതായത് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അവരുടെ ലക്ഷ്യം
നിഫ്റ്റിനെ 23,000 എത്തിക്കാന്നുള്ളതാന്ന് തോന്നുന്നു. സോ നിഫ്റ്റി 23,000 പോകും എന്ന് പറയുമ്പോൾ 23,000 ഇൻറ്റു നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 40 അല്ലെങ്കിൽ ഇത് ഗുണിക്കണ്ട. അതിന് പകരം നമ്മളൊരു 5,000 റുപ്പീസ് ഒക്കെ ഒരു ആവറേജ് പ്രീമിയം ഒരു ലോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിക്ക് 100 പല സ്ട്രൈക്ക് ഉണ്ടല്ലോ, 100 രൂപയുടെ 50 രൂപയുടെയോ പ്രീമിയം വെച്ച് ബൈ ചെയ്യുന്ന ഒരു ബയ്യർ ആ ഒരു നിസ്സാര പ്രീമിയം ബൈ ചെയ്യുന്നു, സെല്ലർ ആ പ്രീമിയം കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രീമിയത്തിലാണ് ട്രേഡ് എടുക്കുന്നത്. അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസുമായിട്ട് ഇതിന്റെ ട്രേഡിങ്ങിന് ഒരു ബന്ധമില്ല. സോ ഈ കൊടുക്കുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് വിളിക്കും? പ്രൈസ് എന്നല്ല വിളിക്കുക, ഓപ്ഷനിൽ പ്രീമിയം എന്നാണ് വിളിക്കുക. ഡൗൺ പേയ്മെന്റ് ഞാൻ എൻ്റെ എൻ്റെ ഓപ്ഷൻ സീരീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലക്കച്ചവടവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷനെ. സ്ഥലക്കച്ചവടം ഫുൾ പൈസ കൊടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലെത്താം, 3-1 അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റിലെത്താം. പിന്നെയും ചില ആൾക്കാരുണ്ട് ഊഹ കച്ചവടം നടത്തുന്നത്, ഒരു 1000 രൂപ ടോക്കൺ കൊടുത്തിട്ട് ഞാൻ ഇന്ന രൂപയ്ക്ക് വരാണെങ്കിൽ മേടിച്ചോളാം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ആ ടോക്കൺ ആണ് ഇവിടുത്തെ ഒരു പ്രീമിയം. സെക്കൻഡ്, സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് പ്രൈസ്. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഓടിച്ച് മാത്രം പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. നിഫ്റ്റി ഇപ്പൊ 22,000 നിൽക്കുന്നു. നിഫ്റ്റി 23,000 എത്തുമെന്നാണ് കോൾ ബയർ പറഞ്ഞത്, എത്തില്ല എന്ന് കോൾ സെല്ലർ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടുത്തെ ആ പറയുന്ന പ്രൈസാണ് സ്ട്രൈക്ക് പ്രൈസ്. സോ ഞാൻ മേടിക്കേണ്ടത് 23,000 മുകളിൽ പോകുമെന്ന് പറയുമ്പം ഒരു ബയർ എന്താണ് മേടിക്കേണ്ടത്? നിഫ്റ്റി 23,000 കോൾ ഓപ്ഷൻ. 23,000 സി ആണ് ബൈ ചെയ്യേണ്ടത്. സെല് ചെയ്യേണ്ടത് 23,000 എത്തില്ലെങ്കിൽ സെല് ചെയ്യേണ്ടത് 23,000 സി സെല് ചെയ്യണം. ദെൻ കോൺട്രാക്ട് സെറ്റ്സ് ലോട്ട് സൈസ് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് സെറോദയോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് ഒക്കെ എടുക്കുന്നു, നിഫ്റ്റിയുടെ ഒരു കോൺട്രാക്ട് ആഡ് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ 23,000 സി ആഡ് ചെയ്യുന്നു, ബൈ ഞെക്കി കഴിഞ്ഞാൽ അവിടെ കോളത്തിൽ മിനിമം ഡിഫോൾട്ട് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടാവും 40 അല്ലെ. നിഫ്റ്റി 40, ബാങ്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി, അങ്ങനെ ഓരോ ഇഷ്ടം പോലെ ഇൻഡൈസസ് ഉണ്ട്, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം റിലയൻസ് 2,000 സി, അതിന്റെയൊക്കെ ലോട്ട് സൈസ് 550 ഒക്കെയാണ്. അപ്പോൾ ഇത് ഡിഫറെന്റ് ആണ്, ഓരോ അണ്ടർലൈങ് അസറ്റിനും ഡിഫറെന്റ് ആണ്. സ്റ്റോക്കിന് വേറെയാണ്, ഇൻഡെക്സിന് വേറെയാണ്, ഓരോ ഇൻഡെക്സിനും വേറെയാണ്. കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ആഡ് ചെയ്താൽ മതി. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ബൈ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ദെൻ എക്സ്പയറി ഡേറ്റ്, മോസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടൈം ആണ് എക്സ്പയറി ഡേറ്റ്. എസ്പെഷ്യലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഓപ്ഷൻ സെല്ലേഴ്സിന്, ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എക്സ്പയറി ഡേറ്റ്. ഒരു പർട്ടിക്കുലർ എക്സ്പയറിയിൽ ഈ ഓപ്ഷന്റെ പ്രീമിയം ഇവർ തമ്മിലുള്ള ഇത് പോകും. ഒരു കോൺട്രാക്റ്റിന് ഒരു കരാറിന് ഒരു എക്സ്പയറി ഉണ്ടല്ലോ, ഒരു സ്ഥലക്കച്ചവടമാണെങ്കിൽ കരാറിന് ഒരു എക്സ്പയറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്ന കോൺട്രാക്ട് നിഫ്റ്റി 23,000 എത്തില്ല അല്ലെങ്കിൽ എത്തും എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ മാസവും ഫെബ്രുവരി 29 ഉണ്ടെന്നുള്ളതെന്ന് പറയുന്ന ഒരു തമാശ പോലെ അങ്ങനെ പറ്റില്ല. ഇവിടെ ഈ സ്പെസിഫിക് ടൈമിനുള്ളിൽ എക്സ്പയറി ആവും ഇല്ലയോ എന്ന് ഈ സെല്ലറും ബയറും കൂടി കോൺട്രാക്റ്റിൽ എത്തണം. അതാണ് എക്സ്പയറി. നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും എക്സ്പയറി ഉണ്ട്, എല്ലാ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച എക്സ്പയറി ഉണ്ട്. 2 തരം എക്സ്പയറി ആണ് ഇൻഡെക്സസിനുള്ളിൽ. ഒന്ന് വീക്കിലി എക്സ്പയറിയും, 2 മന്ത്ലി എക്സ്പയറിയും. വീക്കിലി എക്സ്പയറി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ച എക്സ്പയറി ആവും, വ്യാഴാഴ്ച കോൺട്രാക്ട് തീരും. മന്ത്ലി ആണെങ്കിൽ ആ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച. ഇത് നിഫ്റ്റിയുടെ കേസാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബുധനാഴ്ചയാണ്, ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ചൊവ്വാഴ്ചയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ എക്സ്പയറി ആണ്. സ്റ്റോക്കിന് വീക്കിലി എക്സ്പയറി ഇല്ല, ഇൻഡൈസസിനാണ് വീക്കിലി ഉള്ളൂ, സ്റ്റോക്കിന് മന്ത്ലി എക്സ്പയറി ഉള്ളൂ. IV, ഇൻട്രൻസിക് വാല്യൂ. IV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ IVയും ഇംപ്ലോയിഡ് വോൾട്ടിലിറ്റി ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം. അപ്പൊ നമ്മളൊരു നിഫ്റ്റി 23,000 കോള് 23,000 മുകളിൽ പോകുമെന്ന് പറയുമ്പം ആ കൊടുക്കുന്ന ഒരു പ്രീമിയം ഉണ്ട്, 100 രൂപയാണെന്ന് വിചാരിക്കും നിഫ്റ്റി ആ സ്ട്രൈക്കിന്റെ പ്രീമിയം. ആ പ്രീമിയത്തിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ടൈം വാല്യൂ, 2 ഇൻട്രൻസിക് വാല്യൂ. അതിന്റെ കാൽക്കുലേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, ടൈം വാല്യൂ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. സോ ഇൻട്രൻസിക് വാല്യൂ പ്രീമിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ടൈം വാല്യൂ ഉണ്ട്, ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് പഠിക്കാം. ദെൻ സെറ്റിൽമെന്റ് ആൻഡ് ഓപ്ഷൻ. അത് ഓപ്ഷൻ സെറ്റിൽമെന്റ് 2 തരം സെറ്റിൽമെന്റ് ഉണ്ട്. ക്യാഷ് സെറ്റിൽമെന്റും ഫിസിക്കൽ ഡെലിവറി എടുക്കുന്നതുകൊണ്ട് സ്റ്റോക്കുകൾ ഇന്ത്യയിൽ ഡെലിവറി എടുക്കേണ്ടി വരും. ഇൻഡെക്സസ് ക്യാഷ് സെറ്റിൽമെന്റ് ആണ്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. അത് എന്താ പറയാ, ഇൻഡൈസസ് ഒന്നും സംഭവിക്കില്ല. ക്യാഷ് സെറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ ഇൻഡൈസസിന്റെ കാര്യം മാത്രം നമുക്ക് പറയാം. ഇൻഡൈസസ് എടുത്ത് പലർക്കുള്ള ചോദ്യമാണ്. ഇൻ കേസ് നമ്മൾ പറയുന്നു നിഫ്റ്റി 23,000 മുകളിൽ പോകില്ല എന്നൊരു കോൾ ബയർ പറയുന്നു, മുകളിൽ പോയി, ഇന്തമണിയായി എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോഴത്തെ എമൗണ്ടിന് ആ സമയത്ത് എക്സ്പയർ ചെയ്യും, 3:45 എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താണോ പ്രൈസ് ആ സമയത്തുള്ള പ്രൈസ് വെച്ച് സെറ്റിൽ ചെയ്യും. ലാഭമാണെങ്കിൽ ലാഭം കൊടുക്കും, നഷ്ടമാണെങ്കിൽ നഷ്ടം ഡെബിറ്റ് ചെയ്ത് ബാക്കി എമൗണ്ട് നമ്മുടെ ഡിമാറ്റിലേക്ക് സെറ്റിൽ ചെയ്യും. അല്ലാതെ നമ്മൾ ആ സ്റ്റോക്ക് അത്രയും മേടിക്കണം എന്നൊന്നുമില്ല. സോ ഇൻഡൈസസ് ഇവിടെ ക്യാഷ് സെറ്റിൽ, അതിനാണ് ക്യാഷ് സെറ്റിൽ എന്ന് പറയുക. ഇനി സ്റ്റോക്കിന്റെ കേസിൽ അങ്ങനെയല്ല. സ്റ്റോക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ബയ്യർ പ്രെഡിക്റ്റ് ചെയ്യാണ്. 23,000 മുകളിൽ പോയി എന്നൊരു ബയ്യർ പറയുന്നു, 23,000 മുകളിൽ പോയി ആ സ്റ്റോക്ക്. അപ്പോ ആ ബയ്യർ അത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ
ആ കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്രയും സ്റ്റോക്ക് ഇപ്പൊ റിലയൻസിന്റെ കേസാണെങ്കിൽ 550 ഒരു ലോട്ട്. ഈ 550 റിലയൻസിന്റെ ഷെയർ മേടിക്കാൻ ഈ കോൾ ബയർ ബാധ്യസ്ഥനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അതിലൊക്കെ നമ്മുടെ ടീം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് തരും. സോ ക്യാഷ് സെറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെലിവറി എടുക്കേണ്ട ആവശ്യമില്ല, സെറ്റിൽ ആവും. ആൻഡ് ഫിസിക്കൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റോക്ക് നിങ്ങൾ ഡെലിവറി എടുക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിനാണ് ബാധകമുള്ളൂ. ഇന്ത്യയിലെ ഇൻഡൈസസ് ക്യാഷ് സെറ്റിൽഡ് ആണ്. ഓപ്ഷൻ ചെയിൻ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഗൂഗിളിൽ NSE ഓപ്ഷൻ ചെയിൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ NSEയുടെ ഓപ്ഷൻ ചെയിൻ വരും. അതിൽ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഏത് സ്റ്റോക്കിന്റെ വേണമെങ്കിലും ഓപ്ഷൻ ചെയിൻ കിട്ടും. ആ ഓപ്ഷൻ ചെയിനിലുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ലാസ്റ്റ് പ്രൈസ് നോക്കാം, സ്ട്രൈക്ക് ഏതാ എടുക്കേണ്ടതെന്ന് നോക്കാം, എത്ര രൂപ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം, അതിന്റെ IV കാൽക്കുലേറ്റ് ചെയ്യാം, IV നോക്കാം, അതിൽ എത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ള ഡേറ്റ കിട്ടും. ഈവൻ അല്പം ഗ്രീക്സ് നോക്കുന്ന ഡെൽറ്റയൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സിന്റെ ബേസിൽ ഓപ്ഷൻ സെൽ ചെയ്യുന്നവരാണെങ്കിൽ ഡെൽറ്റ, വീഗ പോലുള്ള തീറ്റ പോലുള്ള ഫാക്ടേഴ്സും അതിൽ നിന്ന് അവൈലബിൾ ആണ്. ദെൻ ഇന്ത്യ വിക്സ്, നിങ്ങൾക്കറിയാം വോളറ്റിലിറ്റി, മാർക്കറ്റിന്റെ വോളറ്റിലിറ്റിക്ക് ഓപ്ഷനിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇന്ത്യ വിക്സിനെ പറ്റിയും ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, മസ്റ്റായിട്ടും കാണാം. വിക്സ് കൂടുമ്പം ആർക്കാണ് ഉപകാരം, വിക്സ് കുറയുമ്പോൾ ആർക്കാണ് ഉപകാരം എന്നൊക്കെ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ടൈപ്പ് ഓഫ് ഓപ്ഷൻ 2 ഓപ്ഷൻ ഉണ്ട്, കോളും പുട്ടും. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കോള് ബയ്യറുണ്ട്, കോൾ സെല്ലറുണ്ട്, പുട്ട് ബയ്യറുണ്ട്, പുട്ട് സെല്ലറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഒരു ഓപ്ഷനിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓപ്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ, 2 ഓപ്ഷൻ അല്ല, 4 ഓപ്ഷൻ അല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൽ കൂടുതൽ ഓപ്ഷൻ പറയുന്നുണ്ട്. സോ ഒരു ഓപ്ഷൻ ട്രേഡർക്ക് ലോട്ട് ഓഫ് ഓപ്ഷൻസ്, ഒരു 50-100 ഉള്ള ഓപ്ഷൻസ് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടുതലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോ അതുകൊണ്ടാണ് അതിനെ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. കോളും ബൈ പുട്ടും എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കോൾ ഓപ്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ സ്ലൈഡ് കിപ്പ് ചെയ്ത് കളയാം അല്ലേ? ഓക്കെ, കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്ട് മുകളിലേക്ക് പോകുമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബൈ ചെയ്യുന്നതാണ് കോള്. അതുപോലെ പുട്ടോ താഴേക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യുന്നതാണ് പുട്ട്. സോറി, ഞാൻ ഇന്ന് സെല്ലറെ പറ്റിയാണ് സംസാരിക്കേണ്ടത് അല്ലേ, സോറി. അപ്പം കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും കോൾ സെല് ചെയ്യുന്നത്? മുകളിലേക്ക് പോകില്ല, താഴേക്ക് വരില്ല എന്ന് പറയല്ല കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമുക്ക് ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒരു കോൾ സെല് ചെയ്യുന്ന ഒരാള് മാർക്കറ്റ് താഴേക്ക് പോകും എന്ന് പറയുന്നില്ല കേട്ടോ. അയാൾ പറയുന്നത് മുകളിലേക്ക് പോകില്ല എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അവിടെ തന്നെ നിൽക്കാം, സൈഡ് വേസ് നിൽക്കാം. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി 23,000 കോള് സെല്ല് ചെയ്തിരിക്കുന്ന ഒരാൾ പറയുന്നത് നിഫ്റ്റി 23,000 മുകളിൽ പോകില്ല എന്നുള്ളത്. അപ്പൊ അതിന് തൊട്ട് താഴെ നിന്നാൽ മതി, അവിടെ നിന്ന് ഒറ്റ ഫോളൊന്നും വരേണ്ട ആവശ്യമില്ല. അതാണ് ഒരു സെല്ലറുടെ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദിവസം സെല്ലർ വിജയിക്കാൻ കാരണം. പുട്ട് സെല്ല് ചെയ്യുന്ന ആരായിരിക്കും? പുട്ട് സെല്ല് ചെയ്യുന്നവന്റെ വ്യൂ എന്താണ്? പുട്ട് സെല്ല് ചെയ്യുന്നവന്റെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും. അപ്പൊ നമ്മൾ മറ്റേ റിവേഴ്സിൽ ചിന്തിക്കരുത്. ഒരു സെല്ലറുടെ പ്രോസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ പുട്ട് സെല്ല് ചെയ്യുന്നവന്റെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും. അതുകൊണ്ടാണ് പുട്ടില് ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയം കൂടുമ്പോൾ അത് സപ്പോർട്ടായി മാറുന്നത്. ഇപ്പം നിഫ്റ്റിയുടെ 21,000 പുട്ടില് കണ്ടമാനം പേര് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കണ്ടമാനം പേര് പറയുന്നത് നിഫ്റ്റി 21,000 താഴെ പോകില്ല എന്നാണ്. അപ്പൊ ആ 21,000 എന്തായി ആക്ട് ചെയ്യും? ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അവിടെ ഒരു നല്ലൊരു എന്താ പറയാ സപ്ലൈ ഉണ്ടാവും. സോ നിഫ്റ്റി ഒരു പുട്ട് സെല്ല് ചെയ്യുന്ന 21,000 പുട്ട് സെല്ല് ചെയ്യുന്ന ഒരാൾ പറയുന്നത് 21,000 മുകളിൽ നിൽക്കും. ഒത്തിരി പറന്ന് മുകളിലേക്ക് പോകുന്നൊന്നും പറയല്ല, ജസ്റ്റ് ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ആർക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കും? ഒരു പുട്ട് സെല്ലർക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി. അറ്റ് ദ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിഫ്റ്റി എന്ത് സ്പോട്ടിൽ നിൽക്കുന്നു അതാണ് അറ്റ് ദ മണി. ഇൻ ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞു. ഇപ്പം നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് 22,000 ആണ്. 21,000 മുകളിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ ദ മണിയാണ് അല്ലെ? നിഫ്റ്റിയുടെ 21,000 കോള് ഇൻ ദ മണിയാണ്. ബിക്കോസ് ഓൾറെഡി ആ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ നാളത്തെ കേസ് നോക്കാം. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, FI ഡേറ്റ വെച്ചിട്ട് 23,000 മുകളിൽ പോകുന്നതാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. സോ 23,000 മുകളിൽ നിഫ്റ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എടുത്തിരിക്കുന്ന 23,000 കോള് അറ്റ് ദ മണിയായി, ഐ മീൻ ഇൻ ദ മണിയായി, മണിയുടെ അകത്തായി. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ ഇനി അതിന് മുകളിലുള്ളത്. അപ്പൊ 25,000 കോള് ഔട്ട് ഓഫ് ദ മണിയാണ്. അത്രയും വൈഡിലേക്കൊന്നും പോകണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എന്റെ വീഡിയോ സീരീസിൽ ഡീറ്റെയിൽ കവർ ചെയ്തിട്ടുണ്ട്. യെസ്, ആ കളർ നിങ്ങൾക്ക് കളർ കോഡും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഓപ്ഷൻ ചെയിനിൽ ഇൻ ദ മണി ഒരു യെല്ലോയിലും ഔട്ട് ഓഫ് ദ മണി വൈറ്റിലും ആയിരിക്കും. സെന്ററിൽ കാണുന്ന സ്ട്രൈക്ക് ആയിരിക്കും അറ്റ് ദ മണി. അത് ഇതിലെളുപ്പം പറഞ്ഞു തരാൻ പറ്റില്ല. ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പം മഞ്ഞ കാണുന്നത് ഇൻ ദ മണി, വെള്ളയിൽ കാണുന്നത് ഔട്ട് ഓഫ് ദ മണി. അതിന്റെ സെന്ററിൽ രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സെന്ററിലുള്ളത് അറ്റ് ദ മണി. യെസ്, ലോട്ട് സൈസ്. ഇതും നിങ്ങൾക്ക് സെറോദയിലോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലോ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കിട്ടും. ലോട്ട് ഇത് ക്വാണ്ടിറ്റി ലിമിറ്റ് ആണ്. സോറി, എത്ര വരെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം? ബാങ്ക് നിഫ്റ്റി ഒറ്റ ട്രേഡ്, ഒരൊറ്റ ഓർഡർ 900 ക്വാണ്ടിറ്റി എടുക്കാം.
അപ്പൊ ഇതിന് മുകളിൽ എടുക്കണമെങ്കിലോ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ആയിട്ട് പ്ലേസ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ബർഗ് ഓർഡർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഓർഡർ, നിങ്ങളുടെ ബാസ്ക്കറ്റ് ഓർഡറിലും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കും. പലരും ചോദിക്കാറുണ്ട് 10,000 ലോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരെ എങ്ങനെ എടുക്കുന്നു ആവുന്നു. ബിക്കോസ് അവർ മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി എടുക്കണം. ലോട്ടിലാണെങ്കിൽ 60, ബാങ്ക് നിഫ്റ്റി ഒറ്റ സ്ട്രെച്ചിൽ 60 ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ബൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഐസ്ബർഗ് ഓർഡർ എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ട്, അതായിട്ട് പ്ലേസ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ സാധനം ഇത് ആഡ് ചെയ്ത് സെയിം സ്ട്രൈക്ക് ഒത്തിരി പ്രാവശ്യം ആഡ് ചെയ്ത് ബൈ ചെയ്യണം. ഓക്കെ, നിഫ്റ്റിയുടെ ലോട്ട് സൈസ് ഉണ്ട്. ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 15 ഫിൻ നിഫ്റ്റി 40. ഇതിന്റെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സില്ലി തിങ്സ്. ഓക്കെ, വെയിറ്റേജ് നിഫ്റ്റി ഇൻഡെക്സിന്റെ കാര്യം ഇപ്പോൾ കൂടുതൽ പറയുന്നത്, കാരണം നമ്മൾ ഓപ്ഷൻ സെല് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇൻഡെക്സിലാണ്. സോ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? ആ ഇൻഡെക്സിലുള്ള സ്റ്റോക്കിന്റെ. നിഫ്റ്റി 50 ഏറ്റവും പവർ കൂടിയ സ്റ്റോക്ക് ഇത് നോക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, നമ്മളൊരു ഓപ്ഷൻ സെല്ലർ പറയില്ലേ ഇന്ന ലെവലിൽ പോവില്ല എന്ന്. അപ്പം പോവില്ലയോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിന് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കാര്യമാണ് അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നിഫ്റ്റിയിൽ HDFC ബാങ്കിനാണ്, ഫോളോഡ് ബൈ റിലയൻസ്, ICICI ഒക്കെ. ഇതാണ് ഈ ഒരു റേഷ്യോ. HDFC ബാങ്ക് 13%. സോ HDFC ബാങ്ക് മേജർ ബുള്ളിഷ് ആണെങ്കിൽ നിഫ്റ്റി ആ ലെവലിൽ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ പറഞ്ഞാൽ FIIs കഴിഞ്ഞ ദിവസം HDFC ബാങ്കിൽ കണ്ടമാനം ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ആ ലെവൽ വിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് വാച്ച് ചെയ്യുന്നത് മസ്റ്റ്. നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്രയും സ്റ്റോക്ക് എന്തായാലും വേണം. അതിന്റെ ചാർട്ട് ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ കേസ്. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ HDFC തന്നെയാണ് ഏറ്റവും വെയിറ്റേജ്, ഫോളോഡ് ബൈ ICICI, കോട്ടക്. ഈ പറയുന്ന റേഞ്ചിലാണ് സ്റ്റേറ്റ് ബാങ്കും ഉണ്ട് വരുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഇത്രയും കാണുന്ന സ്റ്റോക്കുകൾ HDFC, ICICI, കോട്ടക്, SBI, ആക്സിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് കൂടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് കം ടു ദ ഓപ്ഷൻ ചെയിൻ. നിഫ്റ്റിയുടെ NSEയുടെ ഓപ്ഷൻ ചെയിൻ ആണ് ഈ കാണുന്നത്. ഇതിൽ സെന്ററിൽ കാണുന്നതാണ് സ്ട്രൈക്ക്. നേരത്തെ പറഞ്ഞ കാര്യം മഞ്ഞ, ഇത് ലെഫ്റ്റ് സൈഡ് കോള്, റൈറ്റ് സൈഡ് പുട്ട്. കോളിൽ മഞ്ഞയിൽ കാണുന്നതാണ് ഇൻ ദ മണി, വെള്ളയിൽ കാണുന്നത് ഔട്ട് ഓഫ് ദ മണി. പുട്ടിൽ മഞ്ഞയിൽ കാണുന്നത് ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി. സെന്ററിലുള്ളത് ഇപ്പം ഇതെപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത ചാർട്ടായിരിക്കും. നിഫ്റ്റി 17,400 നമ്മുടെ ടീം ഉണ്ടാക്കിയിട്ടുള്ള സ്ലൈഡാണിത്. നിഫ്റ്റി 17,400 നിൽക്കുമ്പോൾ എടുത്തത്, കാരണം അറ്റ് ദ മണി 400 ആണ്. അപ്പോൾ എടുത്തിട്ടുള്ള ഓപ്ഷൻ ചെയിന്റെ സ്ക്രീൻഷോട്ടാണ്. ഓപ്ഷൻ ചെയിൻ പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ല. ദെൻ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിന് 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് ഇൻട്രിൻസിക്, അതിന് രണ്ടായി തിരിക്കാം. ഇൻട്രിൻസിക് വാല്യൂ എന്നും ടൈം വാല്യൂ എന്നും. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് നിഫ്റ്റിയുടെ 23,000 കോൾ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ 80 രൂപ ഇൻട്രിൻസിക് വാല്യൂ, 20 രൂപ ടൈം വാല്യൂ ആയിട്ടായിരിക്കും കൊടുക്കുക. ഈ 20 രൂപയാണ് നമ്മളുടെ പൈസ, ഓപ്ഷൻ സെല്ലറായിട്ടുള്ള നമ്മൾ എയിം ചെയ്യുന്ന ഒരു പൈസ എന്ന് വേണമെങ്കിൽ പറയാം. കോൾ ഓപ്ഷൻസിൽ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിയേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, നേരത്തെ പറഞ്ഞ് മറന്നുപോയോ? ഇപ്പം സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് പെണ്ണെണ്ടെങ്കിൽ എളുപ്പം കുഴപ്പമില്ല. സ്പോട്ട് പ്രൈസ് 21K, വേണ്ട 22Kയിലാണ് നിൽക്കുന്നത്. 22,000 ആണ് ഇപ്പൊ നിഫ്റ്റിയുടെ പ്രൈസ്. നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് 23K. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻട്രിൻസിക് വാല്യൂ എത്രയായിരിക്കും? 22 മൈനസ് സ്ട്രൈക്ക് പ്രൈസ് 23 മൈനസ് 1000. ഇതായിരിക്കും ഇൻട്രിൻസിക് വാല്യൂ. പുട്ട് ഓപ്ഷന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ നേരെ തിരിച്ച്, സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് 23 മൈനസ് പ്ലസ് 1000 ആയിരിക്കും. ക്ലിയർ? ഇതൊന്നും നിങ്ങൾക്ക് ഒരു റിയൽ ടൈം, എന്താ പറയുക, ഒരു റിയൽ ടൈമിൽ സെല് ചെയ്യുന്നവന് ഇതൊന്നും ആവശ്യമില്ല. ബട്ട് എന്തായാലും ഒരു ക്ലാസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, ടൈം വാല്യൂ ഉണ്ട്. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ സമയം മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും. എക്സ്പയറി ദിവസം ലാസ്റ്റ് മൊമെന്റിൽ 0 ആകുന്ന ഒരു സാധനമാണ് ടൈം വാല്യൂ. ബട്ട് ഇൻട്രിൻസിക് വാല്യൂ അങ്ങനെയല്ല, അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് യു തിങ്ക് അബൌട്ട് സെല്ലിംഗ് എ കോൾ ഓപ്ഷൻ? ഇത് നമ്മൾ കവർ ചെയ്ത കാര്യമാണ്, സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ നിഫ്റ്റി 22,000 നിൽക്കുന്നു. 23,000 കോള് സെല്ല് ചെയ്യുന്ന ഒരാള് എന്തായിരിക്കും അവൻ പറയുന്നത്? നിഫ്റ്റി 23,000 മുകളിൽ പോകില്ല, ദാറ്റ്സ് ഇറ്റ്, അല്ലേ? അല്ലാതെ അവിടെ നിന്ന് ഇത്ര പോയിന്റ് താഴേക്ക് വരുന്നോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ സാധനം 23,000 താഴെ സസ്റ്റെയിൻ ചെയ്യും എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. അതാണ് ഒരു കോൾ സെല്ലറുടെ പോയിന്റ്. ഒരു പർട്ടിക്കുലർ എക്സ്പയറി ഇന്ന ദിവസം കൂടി പറയൂ കേട്ടോ. അടുത്ത വ്യാഴാഴ്ച, അടുത്ത ആഴ്ചയിലത്തെ വ്യാഴാഴ്ച
വൈകിട്ട് 3:15 അല്ലെങ്കിൽ 3:30 ഉള്ളിൽ നിഫ്റ്റി അതിന്റെ മുകളിൽ എക്സ്പയറി ദിവസത്തിന്റെ സമയത്ത് 23,000 മുകളിൽ പോകില്ല എന്നാണ് ഒരു കോൾ സെല്ലർ പറയുന്നുള്ളൂ. സെയിം അപ്പൊ ഒരു പുട്ട് സെല്ലർ എന്തായിരിക്കും പറയുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം 21,000 ആണ് ലെവലെങ്കിൽ നിഫ്റ്റി അടുത്ത വരാൻ പോകുന്ന വ്യാഴാഴ്ചത്തെ എക്സ്പയറിയിൽ 21,000 താഴേക്ക് പോകില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് പുട്ട് സെല്ലർ പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്പയറി ആവില്ല എന്ന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യും. ഗ്രീക്സ് അത് അടുത്തൊരു ബാലിക മലയാണ്. ഗ്രീക്സിനെ പറ്റിയും ഡെഡിക്കേറ്റഡ് വീഡിയോ സീരീസ് പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഡെൽറ്റ ഗ്രീക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഗ്രീക്സ് ഇല്ലാതെ ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇതിന്റെ ഒരു ഇതാണ് പ്രത്യേകത. തിയറിയും കൂടി മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുമ്പോഴും പുതിയ പുതിയ ലെഗ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ ഒക്കെ ഈ ഗ്രീക്സിന്റെ വാല്യൂ ഉപകാരപ്പെടും. എന്നാൽ ഒരു റിയൽ ട്രേഡർ ഇപ്പോൾ ഒരു സ്പ്രെഡോ ഒരു അയൺ കോൺട്രോ മാത്രം എടുക്കുന്ന ഒരു ട്രേഡർക്ക്, ഇപ്പൊ ഞാൻ ഗ്രീക്സ് നോക്കിയിട്ടൊക്കെ കുറെ നാളായി, നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സിനാരിയോയില് ഗ്രീക്ക് നോക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്, ഡെൽറ്റയൊക്കെ നോക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വലിയ ഫലം കാണുന്നില്ല. ഇപ്പൊ എസ് എൽ കീപ്പ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ ഗ്രീക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കുറവാണ്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ 7 days ക്ലാസ്സിൽ പഠിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഓപ്ഷൻ പ്രീമിയത്തെ ഇമ്പാക്ട് ചെയ്യുന്നത്. 5 കാര്യമുണ്ട്, റോയിനെ നമ്മൾ മാറ്റി നിർത്തിയേക്കാം. 4 കാര്യങ്ങൾ മെയിൻലി. അത് ഡെൽറ്റ, തീറ്റ, ഗാമ, വീഗ. ഇത് മറ്റേ 10ാം ക്ലാസ്സിൽ സൈൻ തീറ്റ കോസ് തീറ്റ പഠിക്കുന്ന ഒരു സെയിം ഇഫക്റ്റ് ആണ് ട്രേഡർക്ക് ഈ സാധനം പഠിക്കുമ്പോൾ ഉള്ളത്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അണ്ടർലൈങ് അസറ്റ് എന്ത് കൂടി എന്ത് കുറഞ്ഞു എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ പ്രീമിയം അങ്ങനെ മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു പോയിന്റ് മൂവ്മെന്റിന് അതിന്റെ പ്രീമിയം എന്തോരം കൂടും. നിഫ്റ്റി ഒരു പോയിന്റ് കൂടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൾ ഓപ്ഷന്റെ പ്രീമിയം 1 രൂപ കൂടുമോ? കൂടില്ല. ഇപ്പം ചില കേസുകളിൽ ഔട്ട് ഓഫ് മണി ഒക്കെ ആണെങ്കിൽ 0.5 താഴെ കൂടുള്ളൂ. അപ്പോൾ 23 ഇപ്പൊ നിഫ്റ്റി 22,000 നിൽക്കുന്നു. 23,000 കോള് 1 രൂപ കൂടിയാൽ നിഫ്റ്റി 1 രൂപ കൂടി 22,000 1 രൂപ കൂടി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ചിലപ്പോൾ 30 പൈസയ്ക്ക് കൂടുള്ളൂ. സോ ആ പറയുന്ന ഫാക്ടറാണ് ഡെൽറ്റ. അണ്ടർലൈൻ അസറ്റ് ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പം അതിന്റെ പ്രീമിയം എത്ര പോയിന്റ് മൂവ് ചെയ്യുന്നു. നോർമലി ഔട്ട് ഓഫ് ദ മണി എടുത്തിരിക്കുന്ന സ്ട്രൈക്കുകൾക്ക് 0.5 താഴെ ആയിരിക്കും, ഒരു 0.3 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇൻ ദ മണി ആണെങ്കിൽ 0.5 മുകളിലായിരിക്കും. ഇപ്പൊ ഒരു ഡീപ്പ് ഇൻ ദ മണിയൊക്കെ എടുത്തു, ഭയങ്കര ഇൻ ദ മണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഫുൾ യൂണിറ്റ് മൂവ് ചെയ്തു എന്ന് വരും. 1 രൂപ അണ്ടർലൈൻ അസറ്റ് മൂവ് ചെയ്താൽ 1 രൂപ പ്രീമിയം മൂവ് ചെയ്യും. ഒരു കുറച്ചൊക്കെ ഇൻ ദ മണി എടുത്തു കഴിഞ്ഞാൽ ഒരു 80 പൈസ 70 പൈസ അങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഓരോ 1 രൂപ മൂവ്മെന്റിന്. ദെൻ അറ്റ് ദ മണി ആണെങ്കിൽ 50 ആയിരിക്കും. ഫ്ലാറ്റ് അറ്റ് ദ മണി ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ 1 രൂപ നിഫ്റ്റി കൂടി കഴിഞ്ഞാൽ അറ്റ് ദ മണിയുടെ പ്രീമിയം 50 പൈസ കൂടും. ഇതാണ് കാൽക്കുലേഷൻ. അറ്റ് ദ മണി 50, ഔട്ട് ഓഫ് ദ മണി 50 താഴേക്ക് വരും. ഇൻ ദ മണി പോകും തോറും ഓപ്ഷൻ ചെയിനിൽ ഇൻ ദ മണിയിൽ പോകും തോറും 50 പൈസയിൽ നിന്ന് മുകളിലേക്ക് വരും. ഗാമ എന്നും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ പറയുന്ന ചേഞ്ച് അണ്ടർലൈങ് അസറ്റ് 1 രൂപ മൂവ് ചെയ്യുന്ന ചേഞ്ച് എത്ര സ്പീഡിലുണ്ടായി എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ഗാമ. 2 രീതിയിൽ നിഫ്റ്റിക്ക് കൂടാം. ഒന്ന് ഒച്ച എഴുതുന്ന പോലെ 22,000, 22,001, 22,002, 22,003 അങ്ങനെ ഓരോ രൂപ ഒത്തിരി സമയം എടുത്ത് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ 20 രൂപ 30 രൂപ സ്പീഡിൽ മൂവ് ചെയ്യാം. നിഫ്റ്റി 22,050, 22,100, 22,150 സ്പീഡിൽ. അങ്ങനെ എത്ര സ്പീഡിലാണ് നിഫ്റ്റിയുടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് അവിടെ വെച്ച് പ്രീമിയം നല്ല രീതിയിൽ ഇമ്പാക്ട് വരും. അതിനാണ് ഗാമ എഫക്ട് എന്ന് പറയാം. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഈ സാധനത്തിന് മെയിൻ ഒരു റോളുണ്ട്. എത്ര സ്പീഡിൽ നിഫ്റ്റി മൂവ്, ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽ തന്നെ നിഫ്റ്റിയുടെ 100 പോയിന്റ് മൂവ്മെന്റ് എടുത്തു. 22,000 നിൽക്കുന്ന നിഫ്റ്റി ഒരു സിംഗിൾ ക്യാൻഡിൽ 22,100 ആവും. അപ്പം നമ്മുടെ പ്രീമിയം നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കില്ല മൂവ് ചെയ്യുന്നത്. ഈ ഡെൽറ്റ പറഞ്ഞ റേഷ്യോയിലായിരിക്കില്ല പ്രീമിയം മൂവ് ചെയ്യുന്നത്. പ്രീമിയത്തിലും ഭയങ്കര ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതായത് ചിലപ്പോൾ 2 രൂപയൊക്കെ പെട്ടെന്ന് സ്പൈക്ക് വന്നിരിക്കും. സോ ഗാമ സ്പൈക്ക് എന്നൊക്കെ അതിനെ വിളിക്കും. സോ എത്ര സ്പീഡിൽ പ്രീമിയം മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രീമിയം മൂവ് ചെയ്യാൻ കാരണമാവും. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണമെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇത്തരം ഗാമ സ്പൈക്കുകളൊക്കെ വരുമ്പോൾ ഓപ്ഷൻ സെല്ലറുടെ പോർട്ട്ഫോളിയോ എസ് എൽ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഗാമ സ്പൈക്കുകളിൽ നിന്ന് മാറിയുക. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് ആ സ്പൈക്കുള്ളപ്പോൾ എൻട്രി ചെയ്യുക. പെട്ടെന്ന് പ്രീമിയം കൂൾ ഡൗൺ ആവും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒരു ഗാമ സ്പൈക്ക് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു അൺനോൺ സിറ്റുവേഷനിൽ പെട്ടെന്ന് പ്രീമിയം കൂടി ആ സ്പൈക്കിന്റെ ടോപ്പിൽ വെച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് എൻട്രി ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ പ്രീമിയം കൂൾ ഡൗൺ ആയി. അപ്പൊ തന്നെ നിങ്ങൾക്കൊരു 2-3% പ്രീമിയം ഈസി ആയിട്ട് കിട്ടും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഒരു സിംഗിൾ ക്യാൻഡിൽ 100 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായ സ്പൈക്കിൽ പ്രീമിയത്തിന് തന്നെ ഭയങ്കര മൂവ്മെന്റ് ഒന്നും വിചാരിക്കും. ആ മൂവ്മെന്റിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലർക്ക് സാധാ കിട്ടുന്നതിന്റെ ഇരട്ടി പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഗാമ സ്പൈക്ക് സെല്ലർക്ക് ഉപകാരമാണ് ദോഷമാണ്.
നിങ്ങൾ എടുത്തതിന് ശേഷമാണ് സ്പൈക്ക് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് ലോസ് കൂടാനുള്ള ചാൻസ് കൂടും. സ്പൈക്കിലാണ് എടുത്തതെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗാമയ്ക്ക് രണ്ട് ഉപകാരമുണ്ട്. തീറ്റ, ഇവനാണ് നമ്മുടെ ആള്. ഈ ഇത്രയും ആളില് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാളുള്ളൂ തീറ്റ, ടൈം എക്സ്പയറി. ഒരു സെല്ലർക്ക് വേണ്ടത് അഗ്രസീവ്നെസ് ഒന്നുമല്ല, ക്ഷമ വേണം, സമയം എടുക്കും. ഇവിടെ ഓപ്ഷൻ സെല്ലിങ്ങിന് വന്നിരിക്കുന്നവര് എനിക്ക് തോന്നുന്നു ഒരു 100 പേര് ഓപ്ഷൻ സെല്ലിങ്ങിന് വന്നാൽ 10 പേരൊക്കെയാണ് ഇവിടെ നിലനിൽക്കുള്ളൂ. കാരണം നമ്മുടെ നാട്ടുകാർക്ക് നമുക്ക് ക്ഷമയില്ല. കുറേ ചാറ്റ് വരുന്നുണ്ട് കേട്ടോ. അല്ലാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചാറ്റിൽ ഇത് കൊടുക്ക്. എന്റെ കോമൺലി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആ ചാറ്റില് റിപ്ലൈ കൊടുക്കണ്ട്. ഇതിനകത്ത് വിദ്യൻ റിപ്ലൈ കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടോ? Just a curiosity, what would you get by providing free class? There should be some advantages, no? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ ഒന്നും കാണാതെ ഫ്രീ കൊടുക്കുന്നുള്ളത്? പലരും ചോദിച്ചു നാട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. നത്തിങ്. നമ്മളൊരു ബ്രോക്കറേജ് ഇപ്പം ക്ലയൻസിന് ഇപ്പോൾ എന്താ പറയാ റവന്യൂ ഷെയറിംഗ് ബേസിസിൽ നിങ്ങൾ എടുക്കുന്ന ബ്രോക്കറേജിന്റെ ഒരു വീതം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന സെറോദാപ് സ്റ്റോക്സ് ഒക്കെ ഞാനൊരു ടേം പറയാറുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ചവർക്ക് മാത്രം സർവീസ് ഫ്രീ എന്നാ പറയാറ്. അപ്പോൾ ഒന്ന് വലിയ പ്രോഫിറ്റ് വേണ്ട, 50,000 ഒന്നും കോഴ്സ് ഫീസ് വേണ്ട എന്നുള്ളൊരു ബുദ്ധനൊക്കെ ഉണ്ടായ പോലെ ഒരു വെളിപാട്. പിന്നെ ട്രേഡിംഗ് റവന്യൂ കൂട്ടാം, കുറേ ക്ലയൻസിന്റെ എണ്ണം കൂട്ടാം, എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നുള്ളതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം പൈസ എനിക്ക് കമ്പനികൾ തന്നോളും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഒത്തിരി സ്പോൺസർഷിപ്പും കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നടത്തുന്ന ഇവന്റ്സിനൊക്കെ ഫ്ലാറ്റ്ലി പറയാമല്ലോ, ഇപ്പൊ ആലിസ് ബ്ലൂവിന്റെ ഒക്കെ ഇവന്റ്സിന് സ്പോൺസർഷിപ്പ് ഉണ്ട്. പിന്നെ വേറെ ക്ലയൻസിന്റെ നിന്ന് പൈസ മേടിക്കേണ്ട കാര്യം നമുക്കില്ല. സോ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ സർവീസസ് നമ്മൾ ഫ്രീ കൊടുക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ട് തന്നെ പറയാം, എന്തെങ്കിലും ആയിക്കോട്ടെ. യെസ്. അപ്പൊ തീറ്റ, അപ്പൊ ഇങ്ങനത്തെ ഇത്ര ക്യൂരിയസ് അല്ല, സീരിയസ് ആയിട്ടുള്ള നമുക്ക് ആൻസർ ചെയ്യണം. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ റിപ്ലൈ ചെയ്യേണ്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് ലാസ്റ്റ് Q&A സെക്ഷൻസിൽ കവർ ചെയ്യാം. ദെൻ തീറ്റ പ്രീമിയത്തിന്റെ ടൈമിലുള്ള ചേഞ്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എൻ്റർ ചെയ്ത് ഓൺ എക്സ്പയറിയിലൊക്കെയാണ് നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ. ഈ സമയം വരെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് കാണിക്കണം. ആ ക്ഷമയാണ്, ടൈമാണ് നമ്മുടെ പൈസ. ഓരോ ദിവസം കഴിയുന്നതോറും ഇത്ര ശതമാനം പ്രീമിയം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ തീറ്റയുടെ ബെനിഫിറ്റ്, തീറ്റേനെ എപ്പോഴും നമ്മുടെ കൺട്രോൾ നിർത്താൻ, തീറ്റേനെ എപ്പോഴും നമ്മളുടെ അനുകൂലത്തിൽ നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ഇതിനെ പലപ്പോഴും താളം തെറ്റിക്കുന്നത് മറ്റു ഫാക്ടേഴ്സ്. ഈ ഗാമ നമ്മൾ തീറ്റ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ താളം തെറ്റിക്കും. അതൊക്കെ ഗാമയ്ക്കൊക്കെ ഭയങ്കര പവർ കൂടുതലാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ട്രേഡിംഗ് ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിഫ്റ്റിയിൽ പുതിയ ട്രേഡ് എടുക്കേണ്ട ദിവസമാണ്. സോ നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ഒരു സെല്ലിംഗ് പൊസിഷൻ എടുത്തു. ഈ തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. നമുക്ക് അത്യാവശ്യം പ്രീമിയം ഒക്കെ ഒരു 80% പ്രീമിയം നമുക്ക് കിട്ടി. ഒരു 2-3% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വ്യാഴാഴ്ച വന്ന ഒരൊറ്റ മൂവ്മെന്റ് ഈ ഗാമ സ്പൈക്കിൽ 5 ദിവസം നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് അവിടെ കൊണ്ടുപോയി കാട്ടിക്കളയും. അതാണ് ഇപ്പൊ സെല്ലറുടെ ഒരു, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. ഒറ്റ ദിവസം 300 പോയിന്റിലൊക്കെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും. നമ്മൾ ആ കഴിഞ്ഞ 5 ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒറ്റ ദിവസം കൊണ്ടുപോകും. സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ മറ്റേ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് എത്ര ദിവസം ഉണ്ടാവും ഒരു കൊല്ലത്തില്? 10% ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പോൾ മനസ്സിനെ അനുകൂലമാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ ടൈമിന്റെ ഇമ്പാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം വാല്യൂ ഉണ്ടല്ലോ, അതാണ് തീറ്റ. അത് കിട്ടാന്നുള്ളത് മാത്രമാണ്, ഈ ഒരു സാധനത്തിനെ കണ്ടുപിടിക്കാന്നുള്ളതും ഈ ഒരു സാധനത്തിനെ പോസിറ്റീവും നമ്മുടെ പ്രോഫിറ്റ് ആക്കി മാറ്റാന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ സെല്ലറുടെ പണി. ദെൻ വീഗ, ദെൻ എക്സ്പയറി ദിവസത്തിലേക്ക് എത്ര സമയമുണ്ട്, ടൈം ഇത്ര സമയത്തിനുള്ളിൽ എത്ര ചേഞ്ച് ഡെൽറ്റയ്ക്ക് ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ പ്രീമിയം മൂവ് ചെയ്തു എന്നുള്ള ഫാക്ടറാണ് വീഗ. വോളറ്റിലിറ്റീനെ ബേസ് ചെയ്തിരിക്കും. മാർക്കറ്റിൽ ഇപ്പൊ IV എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു, ഇന്ത്യ വിക്സ് എന്നുള്ള കേസ് പറഞ്ഞു. ഇത്തരം വോളറ്റിലിറ്റിയുടെ ചേഞ്ച് കൊണ്ട്, പെട്ടെന്നുണ്ടാകുന്ന വോളറ്റിലിറ്റി കൊണ്ട് പ്രീമിയത്തിനുണ്ടാകുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ വീഗ എന്ന് പറയുന്നത്. സോ ഇതിൽ തീറ്റ മാത്രമാണ് നമുക്ക് അനുകൂലമുള്ളൂ, ബാക്കി 3 ആൾക്കാരും നമുക്ക് പ്രതികൂലമാണ്. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ പോസിറ്റീവ് സംഭവം ഉള്ളത്, ഈ സ്പൈക്ക്, വീഗയുടെ സ്പൈക്കും ഗാമയുടെ സ്പൈക്കും ഒക്കെ, ആ സ്പൈക്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സാധാ കിട്ടുന്നതിലും കൂടുതൽ പ്രോഫിറ്റ് തീറ്റ ഇതിന് കിട്ടും. പക്ഷെ അതിന് അല്പൂടിയും സ്കില്ല് വേണം. സാധാ സ്കില്ല് കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഈ ഗാമ സ്പൈക്കിലൊക്കെ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോക്കിയിരുന്ന് എൻ്റർ ചെയ്യാൻ പറ്റണം. നോർമൽ ട്രേഡേഴ്സ് ഇതൊന്നും ചെയ്യേണ്ട. എക്സ്പയറി കഴിയുമ്പോൾ അടുത്ത വീക്ക് എക്സ്പയറി സെല് ചെയ്യുന്നു, സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു, സെല് ചെയ്യുന്നു, കൈകരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ലോസ് ബുക്ക് ചെയ്യേണ്ട സമയത്ത് ലോസ് ബുക്ക് ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ലോസ് ബുക്ക് ചെയ്യേണ്ട സമയത്ത് ലോസ് ബുക്ക് ചെയ്യുന്നു, വീണ്ടും അടുത്ത വീക്ക് എക്സ്പയറി എടുക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ പഠിച്ചാലും നിങ്ങൾ കുറച്ച് ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് വേണം. തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നോക്കാം. ഒന്നുകിൽ നമ്മുടെ ഫുൾ ഡേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, ഓർ
ഓപ്ഷൻ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് നിങ്ങൾ തന്നെ എടുക്കുക. ഇതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തു തരാം, നിങ്ങൾ അത് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓപ്ഷൻ സെല്ലിങ്ങിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഒന്ന് ടൈം ഡീക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. രണ്ട് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി. മാർക്കറ്റിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വോളറ്റിലിറ്റി ഓപ്ഷൻ സെല്ലേഴ്സിനെ പ്രതികൂലമായി ബാധിക്കും, അനുകൂലമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ദെൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് തീറ്റ, ടൈം ഡീക്കെ. ഈ ടൈം ഡീക്കെ ആണ് നമുക്ക് ഒരു സെല്ലർക്ക് വേണ്ട ഏറ്റവും സാധനം. ക്ഷമ. ടൈം ഡീക്കെ എന്ന് പറഞ്ഞാൽ, ടൈം എന്ന് പറഞ്ഞാൽ ക്ഷമ. ഒരു പൊസിഷൻ എടുത്ത് അതിൻ്റെ ഇടയിൽ പലതും സംഭവിക്കും. നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുക, ക്ഷമിച്ച് നിൽക്കുക. എൻഡ് ഓഫ് ദ മന്തോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയറോ നിങ്ങൾ പ്രോഫിറ്റിൽ അവസാനിച്ചിരിക്കും. ആ കാര്യത്തിലൊരു സംശയമില്ല. കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്രോപ്പർ ഡിസിപ്ലിനിൽ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിന്നാലും നിങ്ങൾ ഒരു മന്ത് എൻഡിലോ അല്ലെങ്കിൽ ഇയർ എൻഡിലോ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യും. ഇത് ഇത്ര ധൈര്യത്തിൽ വേറെ ഒന്നിനും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഈവൻ ഒരു ലോങ് ടൈം പോർട്ട്ഫോളിയോ മേടിച്ചാൽ പോലും, ഒരു സ്റ്റോക്ക് HDFC ബാങ്ക് മേടിച്ചാൽ പോലും, ഒരു കൊല്ലത്തിൽ ഈ കൊല്ലം നിങ്ങൾ അവസാനിക്കുമ്പോൾ ലാഭത്തിലാവുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഓപ്ഷൻ സെല്ലിങ്ങിൽ നിങ്ങൾക്കൊരു 90% പറയാം ഈ കൊല്ലം നിങ്ങൾ ഇത്ര ശതമാനത്തിൽ അവസാനിക്കും അല്ലെങ്കിൽ അവസാനിക്കും എന്നുള്ളത്. ഫൈൻ. സോ IV ആൻഡ് തീറ്റയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഓപ്ഷൻ സെല്ലർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. ദെൻ ഗോയിങ് ടു സ്ട്രാറ്റജീസ്. യെസ്, ഇനിയാണ് നമ്മുടെ ഇത്ര നേരം നമ്മൾ പഠിച്ചത് കഥയാണ്. ഇനി നമ്മുടെ റിയൽ പാർട്ടിലേക്ക് വരുന്നു. ഒരു ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നേക്കഡ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നേക്കഡ് സെല്ലിംഗ് ചെയ്യാം, പക്ഷെ അതിലൊരു രണ്ട് പോരായ്മയുള്ളത്. നമ്മൾ തിയറിയിൽ പഠിച്ചതുപോലെ സെല്ലർക്ക് റിസ്ക് ഈസ് അൺലിമിറ്റഡ്, റിവാർഡ് ഈസ് ലിമിറ്റഡ്. ബയ്യർ റിസ്ക് ഈസ് ലിമിറ്റഡ്, റിവാർഡ് ഈസ് അൺലിമിറ്റഡ് എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെല്ലേഴ്സ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഹൈ റിസ്ക് കൊടുത്ത് കുറച്ച് റിവാർഡിന് വേണ്ടി ആരെങ്കിലും മാർക്കറ്റിൽ വരുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തോ ഒരു കാര്യം അതിനകത്തുണ്ട്. തിയറിയിൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്നാ പറയുന്നതെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ യൂട്യൂബിലും വരുന്നുണ്ടല്ലോ കണ്ടവാനം. ഇതെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും? ഫൈൻ. എന്നാൽ അനന്തുവിനോട് യൂട്യൂബും അലനോട് ഇന്ന് നോക്കാൻ പറയട്ടോ, വാട്സപ്പ് അയച്ചിട്ടേക്കും. ഒത്തിരി ഡൗട്ടല്ല, മിക്കതും ഒരു കോമൺ ഗ്രീറ്റിംഗ് മെസ്സേജസ് ആണ്. ഡൗട്ട് അവിടെ ചോദിക്കാം. നിങ്ങൾ ചാറ്റിൽ തന്നെ ചോദിച്ചോ, നമ്മുടെ ടീം ഇപ്പോഴല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ റിപ്ലൈ ചെയ്തോളൂ. സോ സെല്ലിംഗ്, നേക്കഡ് സെല്ലിംഗ് പലരും ചെയ്യാറില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നേക്കഡ് സെല്ലിംഗ് ചെയ്യാറില്ല. അതിന്റെ കാരണം ഹൈ മാർജിൻ വേണം. ഒരു ലോട്ട്, ഇപ്പൊ നിഫ്റ്റിയുടെ 23,000 കോൾ സെല് ചെയ്യാൻ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.10 ഒക്കെ ക്യാപിറ്റൽ വേണ്ടി വരും. വേറെ അത് ബൈ ചെയ്യാനായിട്ട് 5,000 രൂപ ക്യാപിറ്റൽ മതി. ഏത് ചൂസ് ചെയ്യും? ബൈയിങ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. സോ സെല്ലിങ്ങിന് ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ടും റിസ്ക്, ഒരു നേക്കഡായിട്ട് സെല് ചെയ്തിട്ട് കഴിഞ്ഞാൽ റിസ്ക് ഇങ്ങനെ നിങ്ങളുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ 1 ലക്ഷം പോവും. നിങ്ങൾ ഡിമാറ്റിൽ വേറെ പൈസ ഉണ്ടെങ്കിൽ അതും പോകാനുള്ള ചാൻസ് സെല്ലർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെല്ല് ചെയ്യുന്നവരൊക്കെ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഒരു നേക്കഡ് സെല്ലിംഗ് പൊസിഷനും ഭൂരിഭാഗം ആൾക്കാരും ഇന്ത്യൻ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യാറില്ല. എപ്പോഴും ഹെഡ്ജ് ചെയ്ത് മാത്രമാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ട്രേഡ് ചെയ്യാറുള്ളൂ. അതിന് 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ്? ഒന്ന്, ഹൈ റിസ്ക് ആണ്. റിസ്ക് എവിടെ വരെ വേണമെങ്കിൽ പോവാം. മറ്റിങ്ങനെ ആ ട്രയാങ്കിൾ, നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡർ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ പോകില്ലേ, ആ ട്രയാങ്കിൾ ഇങ്ങനെ വിട്ടായിട്ട് മുകളിലേക്ക് പോവാം. റിസ്ക് എവിടെ വേണമെങ്കിലും പോവാം. ആൻഡ് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായാലും ലിമിറ്റ് ആണ്. ഇത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടി ഇത്ര വലിയ റിസ്ക് എടുക്കാൻ ആർക്കും പറ്റില്ല. ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ, 1 ലക്ഷത്തിന് ഒരു ലോട്ടൊക്കെ ആണെങ്കിൽ 10 ലക്ഷം കൊണ്ട് 10 ലോട്ടൊക്കെ ബൈ ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടില്ല, വലിയ കാര്യമായിട്ടൊന്നും കിട്ടാണ്ടാവില്ല. സോ അത്തരം സിനാരിയോ കുറയ്ക്കാൻ, നമ്മുടെ ക്യാപിറ്റലിന്റെ ഉപയോഗം കുറയ്ക്കാനും റിസ്ക് കുറയ്ക്കാനും വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ബൈ ലെഗ് കൂടി ആഡ് ചെയ്യും. അപ്പൊ സെല്ലർ ഒരു ബൈയർ കൂടിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ. എന്താണ്? അവരൊരു ഒന്നുകിൽ ഒരു കോളോ പുട്ടോ ഓപ്ഷൻ സെല് ചെയ്യുന്നുണ്ടാവും, അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ബൈയോ സെല്ലോ ചെയ്തിട്ടുണ്ടാവും. സോ ഹെഡ്ജിങ്ങിന് വേണ്ടിയാണ് ബൈ ചെയ്യുന്നത്. അപ്പൊ ബൈയിങ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു സാധനമല്ല. ഈ സെല്ലർ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ബൈയിങ്. സോ ഈ ബൈയിങ്ങും സെല്ലിങ്ങും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി, അതിനെ നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് എന്ന് വിളിക്കാം. അപ്പൊ സെല്ലർ എന്ന് പറഞ്ഞാൽ ഹെഡ്ജ് ചെയ്യുന്ന ഒരാളെന്ന് തന്നെയാണ് ഒരു അർത്ഥം വരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് മാർക്കറ്റ്. ഒത്തിരി സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. എനിവേ, ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ കഴിഞ്ഞ ഹെഡ്ജിങ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇതിൽ തന്നെ ഇപ്പൊ ഏകദേശം ഒരു 25ഓളം സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ. ഇത് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു വ്യൂ, പല വ്യൂവിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. സെന്ററിൽ ഞാൻ നിൽക്കുവാണ്. എന്റെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, ബെയറിഷ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, സൈഡ് വേസ് ആണ് ഇത്രയും കാര്യങ്ങൾ. അങ്ങനെ ഒരു ഡിഫറൻറ്റ് സാധനമാണ്. ഇനിയുണ്ട് ചാർട്ട് കേട്ടോ. സെല്ലർ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ചാർട്ടുകളുണ്ട്. ഇതിന് വലുതാണ്, ഇതിന് ചെറുതാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ചാർട്ടുണ്ട്. ഇതൊക്കെ സ്ട്രാറ്റജിയാണ്. പലപ്പോഴും നമ്മൾ
ഈ 50-100 സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് ഞാൻ മറന്നു. ഞാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ ഞാൻ ഒരു കോള് മേടിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഞാൻ ഈ ചാർട്ടിലേക്ക് നോക്കുന്നത്. വേണ്ട, ഇന്നത്തെ മാർക്കറ്റിൽ കോള് മേടിക്കുന്നത് നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ, ബിയർ ബുൾ പുട്ട് സ്പോട്ട് എടുക്കാം. അങ്ങനെ അതിൽ നോക്കി തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുത്താൽ മതി, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. സോ ഇഷ്ടം പോലെ സ്ട്രാറ്റജി ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുതിയത്. ലാസ്റ്റിലെ ജഗതി പറയുന്ന പോലെ ഞാൻ എൻ്റെ ഇനി ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച 2-3 സ്ട്രാറ്റജി എന്ന് പറയല്ലേ, അങ്ങനെയുണ്ട്. ഞാൻ സ്വന്തമായി ഫോളോ ചെയ്യാറുള്ള ഒരു മാനേജർ സ്ട്രാറ്റജി ഉണ്ട്. കൂടുതൽ റിട്ടേണിന് വേണ്ടി കുറച്ചുകൂടി റിസ്ക് എടുത്ത് ചെയ്യുന്ന സ്ട്രാറ്റജി. സാധാരണ 5% താഴെ റിട്ടേൺ കിട്ടാറുള്ളൂ. ഞാൻ 10-15% സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സെല് ചെയ്തിട്ടോ, ഓപ്ഷൻ സെല് ചെയ്ത് മന്ത്ലി 10% മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ റിസ്ക് ഇൻവോൾവ്മെന്റ് കൂടും. അത് അപ്പൊ എന്ത് ചെയ്താലും അതിനെ ഹെഡ്ജ് ചെയ്താൽ എന്താ പറയാ, ഓപ്ഷൻ ഹെഡ്ജിങ് ആയി. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാർ മേടിച്ചു ഇൻഷുറൻസ് എടുക്കുന്നു, അതൊരു ഹെഡ്ജിങ് ആണ്. നിങ്ങളുടെ 10 ലക്ഷം രൂപ വിലയുള്ള കാറിനെ നിങ്ങൾ 25,000 രൂപ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. സെയിം തന്നെയാണ് ഹെഡ്ജ് ചെയ്ത് ചെയ്യുന്നത്. 1 ലക്ഷം രൂപയുടെ നമ്മൾ സെല് ചെയ്തിരിക്കുന്ന ലെഗിനെ 5,000 രൂപയോടും കൊടുത്ത് ഹെഡ്ജ് ചെയ്ത് വയ്ക്കുന്നു, ബൈ ചെയ്ത് ഹെഡ്ജ് ചെയ്ത് വയ്ക്കുന്നു. കറക്റ്റ്. അപ്പൊ ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. ബട്ട് ഇത് ഇന്ന് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സീരീസിൽ ഒരു 2-3 സ്ട്രാറ്റജികൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്ട്രാറ്റജികൾ പഠിക്കണമെങ്കിൽ നമ്മുടെ 7 ഡേയ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇനി ഇറ്റ്സ് ഫ്രീ. അല്ല, നമ്മുടെ കഫേ വന്നിരുന്നാൽ സൂപ്പറായിട്ട് അവരുടെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യാം. ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഒരു എത്ര നാൾ വേണമെങ്കിലും കഫേയിൽ വന്നിരിക്കാം. ഒരു മാസമൊക്കെ നിങ്ങൾ ഇരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 3,000 രൂപ കൊടുത്താൽ, ഒറ്റ മാസം എടുത്താൽ 100 രൂപയൊക്കെ ഉണ്ട്. ഒരു ദിവസം 100 രൂപ ചാർജ് ഉള്ളൂ. ഒരു 1 മന്ത് നിങ്ങൾക്ക് നമ്മുടെ കഫേയിൽ ഇരിക്കണമെങ്കിൽ. ഇപ്പൊ അങ്കമാലിൽ വരണം. സൂൺ നമ്മൾ എല്ലാ ജില്ലകളിലും കഫേ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഇതുപോലെ ഡെസ്കുകൾ ഉണ്ടാവും. സെല് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെസ്ക്, ബൈ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഡെസ്ക്, ഫോറക്സ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഡെസ്ക്, അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു 10 പേരുടെ 5 പേരുടെ ഗ്രൂപ്പുകളുള്ള ഒരു കഫേ മോഡൽ നമ്മൾ എല്ലായിടത്തും വരുന്നുണ്ട്. അതൊരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുക. നിങ്ങളാണെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ വേണ്ടത് സ്പേസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയുന്ന ആളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പിൽ തയ്യാറാവുള്ളൂ. ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്, കഫേ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി. സോ അതവിടെ കിടക്കട്ടെ. സോ ഇത്രയും സ്ട്രാറ്റജികളുണ്ട്. ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇന്ന് തൽക്കാലം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുക്കുന്നത്, ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു 2-3 സ്ട്രാറ്റജി മാത്രമാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ. 2-3-4 ഒരു 4 സ്ട്രാറ്റജികളാണ് സെല്ലിങ് ഞങ്ങളിപ്പം കുറേ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ആ 4 സ്ട്രാറ്റജിയിൽ 1-2 ഒക്കെയാണ് ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം അതിനകത്ത് ഒരെണ്ണം മാനേജർ സ്ട്രാറ്റജിയാണ്. അത് ടൈം ബീങ് മാറിക്കൊണ്ടിരിക്കുക. അതിനൊരു ഫിക്സഡ് പ്ലാൻ ഇല്ല. ഓരോ പ്ലാനിനും നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത മാസത്തെ പ്ലാൻ ഉണ്ടാക്കി അപ്പം തീരുമാനിക്കുവാണ് ഏതൊക്കെ ബൈ ചെയ്യണം, ഏതൊക്കെ സെല് ചെയ്യണം എന്നുള്ളത്. അതിന്റെ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആണ്, എക്സ്പയർ ഡിഫറെന്റ് ആണ്. സോ അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. സോ അത് നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഒരെണ്ണം സ്ട്രാങ്കിൾ ആണ്. അത് ക്രിപ്റ്റോയിലൊക്കെ ചെയ്യുന്നതാണ്. അതും ഇന്നത്തെ വീഡിയോയിൽ അധികം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? ടൈം ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ മെയിൻലി 2 സ്ട്രാറ്റജികളെ പറ്റിയായിരിക്കും ഇന്ന് കവർ ചെയ്യുക. ഒന്ന് സ്പ്രെഡ്, ക്രെഡിറ്റ് സ്പ്രെഡുകളെ പറ്റിയും 2 അയൺ കോണ്ടറിനെ പറ്റിയും. ഇതല്ലാതെ ഞാൻ പറഞ്ഞത് സ്ട്രാങ്കിൾ ഉണ്ട്. ഷോർട്ട് സ്ട്രാഡിലും ഷോർട്ട് സ്ട്രാങ്കിളും. ലോങ് ഒന്നുമില്ല കേട്ടോ. ഡെബിറ്റ് സ്ട്രാറ്റജീസ് ഒന്നും കവർ ചെയ്യുന്നില്ല. ഡെബിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീമിയം കൊടുക്കുന്ന സ്ട്രാറ്റജി, പേ ചെയ്യുന്ന ബയ്യർക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്ട്രാറ്റജികൾ ഒന്നും കവർ ചെയ്യുന്നില്ല. ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീമിയം എപ്പോഴും ക്രെഡിറ്റ് ഉണ്ടാവും. എപ്പോഴും നമുക്ക് ഒരു നെറ്റ് പ്രീമിയം ക്രെഡിറ്റ് വരുന്ന രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് ക്രെഡിറ്റ് സ്ട്രാറ്റജി. അതാണ് സെല്ലേഴ്സിന്റെ സ്ട്രാറ്റജി. ഓപ്ഷൻ സെല്ലേഴ്സിന്റെ സ്ട്രാറ്റജിനെ എന്ത് വിളിക്കും? ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയും. ഇതൊരു ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. എന്തുകൊണ്ട് ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് ചിന്തിക്കരുത്. സെല്ല് ചെയ്യുന്നവര് പ്രീമിയം കളക്ട് ചെയ്യുന്ന ക്രെഡിറ്റ്, നമുക്കൊരു നെറ്റ് ക്രെഡിറ്റ്, പ്രീമിയം നെറ്റ് ക്രെഡിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിനെയാണ് ക്രെഡിറ്റ് സ്ട്രാറ്റജി. അത് ഷോർട്ട് സ്ട്രാറ്റജികളൊക്കെ, ഷോർട്ട് അയൺ കോണ്ടർ, ഷോർട്ട് സ്ട്രാഡില്, ഷോർട്ട് സ്ട്രാങ്കിള്, ഷോർട്ട് സ്പ്രെഡുകൾ, ഇതെല്ലാം ക്രെഡിറ്റ് സ്ട്രാറ്റജിയാണ്. പ്രീമിയം പേ ചെയ്യുന്ന മറ്റൊരാൾക്ക് പോകുന്നത് ഡെബിറ്റ് സ്ട്രാറ്റജി. അപ്പൊ ഡെബിറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ലോങ് അയൺ കോണ്ടർ, ലോങ് സ്ട്രാങ്കിൾ, ലോങ് സ്ട്രാഡില്. ബൈ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് എങ്കിൽ ലോങ് ആയിരിക്കും. സെല്ലിനാണ് കൂടുതൽ പവെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് സ്പ്രെഡും ക്രെഡിറ്റ് അയൺ കോണ്ടറുമാണ് മേജറിൽ കവർ ചെയ്യാൻ പോകുന്നത്. പറ്റുമെങ്കിൽ സ്ട്രാഡിലും സ്ട്രാങ്കിളും കൂടി ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. ഫൈൻ. ഈ പേരുകൾ കേട്ടൊന്നും ഞെട്ടണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങൾ റിയലി ചെയ്യുമ്പം ഞാൻ ഇതിലും പറയുന്നത് ഇന്നത്തെ ഈ PPT-യെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരം വരാൻ പോകുന്നത് എൻ്റെ ഒരു 2 മാസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്യും, പോർട്ട്ഫോളിയോ സെല്ല് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു റിയൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് ചോദിക്കാം. ഇപ്പൊ എന്തിനാണ് ഇത് എടുത്തത്, ഇപ്പൊ എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? അത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ P&L മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. പലരും പാനിക്കായിട്ട് വിളിക്കും,
വേഗം ക്ലോസ് ചെയ്യും. ഇപ്പൊ ഇത്രയും പ്രോഫിറ്റ് ആയില്ലേ, അല്ലെങ്കിൽ ചിലവർ പിടിക്കും. എന്തിനത് വച്ചുകൊണ്ടിരിക്കണേ, ലോസ് കൂടുന്നു, SL അടിപ്പിക്കും. അപ്പൊ അവർക്ക് ക്യൂരിയോസിറ്റി കൂടും. ക്യൂരിയോസിറ്റി ആണ് ലേണിംഗ്. അപ്പൊ ഞങ്ങൾ അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇത്ര രൂപയോട് വരാനുണ്ട്, അതല്ലെങ്കിൽ ഇന്നത്തെ മാക്സിമം പെയിൻ ഇത്ര ലെവലിലാണ്, നമുക്ക് അതുവരെ ക്ഷമിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫൈൻ. സോ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ തീമിലുണ്ട്. ഇതാണ് ഈ പറയുന്ന ചാർട്ടിലുള്ളത്. സോറി, നമ്മൾ സെന്ററിൽ നിന്നുകൊണ്ട് ഒരു വ്യൂ ഉണ്ടാക്കുകയാണ്. ഇത് മാനേജേഴ്സ് വ്യൂ എന്നാണ്. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് തോന്നുന്നു അല്ലെ? യെസ്. ഇങ്ങനെ ഒരു 4 വ്യൂ, സെന്ററിൽ ഞാൻ നിൽക്കുന്നു, 4 സൈഡിലേക്കും വ്യൂ ഉണ്ട്. ഒന്ന്, വൺ ഇസ് ബുള്ളിഷ് വ്യൂ. മാർക്കറ്റ് മുകളിലേക്ക് പോകാന്നുള്ള വ്യൂവിൽ എനിക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, താഴേക്ക് പോകാന്നുള്ള വ്യൂവിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. മുകളിലേക്കും താഴേക്കും പോകില്ല, സൈഡ് വേസ് നിൽക്കാം എന്നുള്ള വ്യൂവിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. പിന്നെ ഒരു വ്യൂ ആണ് ഇവന്റ്. മാർക്കറ്റിൽ സ്പെഷ്യൽ ഇവന്റ്സ്. ഇപ്പൊ വരാൻ പോകുന്ന ഒരു മേജർ ഇവന്റ് എന്താ? പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് അല്ലെ? സോ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും, വന്നില്ലെങ്കിൽ സംഭവിക്കും. അങ്ങനെ ഇവന്റ്, മാർക്കറ്റിൽ ഒരു RBI പോളിസി, റഷ്യ യുക്രൈൻ വാർ, കൊറോണ പോലുള്ള വൈറസുകൾ, ഇത്തരം ഇവന്റുകൾ വന്നു കഴിഞ്ഞാൽ വേറെ സ്ട്രാറ്റജി ഉപയോഗിക്കണ്ടേ. നിലവിൽ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി ഒക്കെ ക്ലോസ് ചെയ്ത്, ഇപ്പൊ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് എന്റെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുമ്പം ആ പൊസിഷൻസ് ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ ഇവന്റിൽ എടുക്കാവുന്ന കുറച്ച് സ്ട്രാറ്റജികളുണ്ട്, അതെടുക്കാം. സോ ഈ 4 കണ്ടീഷൻസ് ആണ് മാർക്കറ്റിൽ പൊതുവേ ഉള്ളത്. ഒന്ന് ബുള്ളിഷ്, ബെയറിഷ്, ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ്, 4 ഇവന്റ്സ്. ക്ലിയർ? ഇതിലൊക്കെ ഇതിലെല്ലാം ഈ ബുള്ളിഷിൽ തന്നെ ഒരു 50 സ്ട്രാറ്റജി ഉണ്ട്, ബെയറിഷിൽ തന്നെ എടുക്കാവുന്ന 19 ഉണ്ട്. ഇതിനൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ കൂടി ചുരുക്കിയിട്ടാണ് ഞാൻ ഇന്ന് 2 എണ്ണം പറയാൻ പോകുന്നത്. ഓക്കെ, സ്പ്രെഡ്. ഫസ്റ്റ് തിങ് പറയേണ്ടത് സ്പ്രെഡ് ആണ്. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല 2 അതിലധികമോ ലെഗുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആണ് സ്പ്രെഡ്. പലരും കുറെ നാളെ ഇതുപോലത്തെ ലോങ് ക്ലാസ് എടുത്തിട്ട് ഞാൻ, ആൻഡ് അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു. ജ്യൂസോ അങ്ങനെ ഒന്നും ഇല്ലേ? ഫൈൻ. ഓക്കെ, യെസ്, സ്പ്രെഡ്. നിങ്ങളെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ, പുതിയ വരുന്ന ബിഗിനേഴ്സിനെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ സമ്മതിക്കാത്തൊരു കാര്യം എന്താ? ഹൈ പ്രീമിയം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? വരുന്ന വഴിക്ക് വന്ന വഴി തന്നെ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു ട്രേഡ് എടുക്കണം എന്നൊക്കെ, 1 ലക്ഷം രൂപ മിനിമം വേണം സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും ചെയ്യോ? സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഫസ്റ്റ് ഡിമാറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തവര് എത്ര രൂപയ്ക്കായിരിക്കും ഷെയർ മേടിക്കുക? 1 ലോട്ട് SBI, ചിലർ ഐഡിയ ഒക്കെ മേടിക്കും, 10 രൂപയ്ക്ക് ഒരു ഐഡിയ. അവരുടെ പൈസ ഒട്ടും പോകരുതെന്നുള്ള ഉദ്ദേശത്തിൽ. അതാണ് പല ബിഗിനേഴ്സിനെയും ഓപ്ഷൻ സെല്ല് ചെയ്യാൻ സമ്മതിക്കാത്തത്. കാരണം 1 ലക്ഷം രൂപ വന്ന് ഫസ്റ്റ് തന്നെ ട്രേഡ് എടുക്കുമോ, എന്ത് സംഭവിക്കുന്ന പോലും അറിയില്ല. സോ അത്തരം സിനാരിയോയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്പ്രെഡ്. സ്പ്രെഡ് ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി തന്നെയാണ്, പക്ഷെ ക്യാപിറ്റൽ തീരെ കുറച്ച് മതി. 5-1 കുറയ്ക്കാൻ പറ്റും. നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണമെങ്കിൽ നിങ്ങൾ അതിനെ സ്പ്രെഡ് ആക്കി എടുക്കുവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 2 ലെഗ് കൂട്ടി എടുക്കുവാണെങ്കിൽ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ പൊസിഷൻ സെല്ല് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും അഡ്വൈസബിൾ. നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു നേക്കഡ് സെല്ല് ചെയ്യുന്നതിന് പകരം ഒരു സ്പ്രെഡ് ചെയ്യാം. ഫൈൻ. അപ്പോൾ 2 അതിലധികമോ ലെഗ്സ് കൂടി, ഒരു സെല്ലിലേക്കും ഒരു ബൈലേക്കോ കൂടി എടുക്കുന്ന സ്ട്രാറ്റജിനെയാണ് സ്പ്രെഡ് എന്ന് പറയാം. ഇതിൽ തന്നെ 2 തരം സ്പ്രെഡുകൾ ഉണ്ട്. 2 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡെബിറ്റ് സ്പ്രെഡും ഉണ്ട്, ക്രെഡിറ്റ് സ്പ്രെഡും ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഓടിച്ചു പോവാം. ഡെബിറ്റ് എന്തായിരിക്കും? ഒരു ബൈയിങ്ങിന് കൂടുതൽ പവർ കൊടുത്തിട്ടുള്ള സ്പ്രെഡ് ആയിരിക്കും ഡെബിറ്റ് സ്പ്രെഡ്. ക്രെഡിറ്റ് സ്പ്രെഡോ, സെല്ലർക്ക് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്ന ലെഗിനായിരിക്കും അവിടെ കൂടുതൽ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. സോ നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ക്രെഡിറ്റ് സ്പ്രെഡുകളെ പറ്റി മാത്രമേ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. ഡെബിറ്റ് സ്പ്രെഡ് നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി, പഠിപ്പിക്കേണ്ട കാര്യമില്ല, ചിന്തിച്ചാൽ മതി. വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബേസിക് ബൈയിങ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്താൽ മിക്കവാറും സ്പ്രെഡ് അതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ ഓർഡർ എക്സിക്യൂഷൻ. അപ്പോൾ സ്പ്രെഡ് ഇതാണ്. 1 ലെഗ് അല്ല, 2 ലെഗോ അതിന് കൂടുതലോ ഉള്ള കമ്പൈൻഡ് സ്ട്രാറ്റജിയാണ്. സ്പ്രെഡുകളുടെ 1-2 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർജിൻ റിക്വയർമെന്റ് സ്പ്രെഡിന് വരുന്നില്ല. മാർജിൻ കുറച്ച് മതി, 5-1 മാർജിൻ മതി ആവശ്യമുള്ളൂ. 20,000 രൂപ കൊണ്ട് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. ഫൈൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്ലൈഡാണ്. ഒരു ബിഗിനർ, അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയായിരിക്കും, ഒരു ബിഗിനർ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഓർഡർ എക്സിക്യൂഷന്റെ പ്രോസസ് ഫ്ലോ. എപ്പോഴും ഒരു ഹെഡ്ജിങ് പൊസിഷൻ എടുക്കുമ്പം ബൈ ലെഗ് വേണം ആദ്യം എടുക്കാൻ, അതിനുശേഷമാണ് സെൽ ലെഗ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ മാർജിൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ചാടി തന്നെ വന്ന് ഇപ്പം 23,000 കോൾ ഓപ്ഷൻ ആണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ 23,000 കോൾ ഓപ്ഷൻ ആദ്യം തന്നെ വന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോടൊരു വാർണിംഗ് വരും, സഹോദരിലേക്ക് ഒരു വാർണിംഗ് വരും.
ക്യാപിറ്റൽ ഇല്ല, മാർജിൻ ഈ ഒരു പൊസിഷൻ എടുക്കാനുള്ള മാർജിൻ 1 ലക്ഷമാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 25,000 രൂപയുള്ളൂ. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച ബൈ പൊസിഷൻ എടുക്കും. ഇപ്പൊ 23,000 കോളാണ് സെല് ചെയ്യുന്നതെങ്കിൽ 23,300 കോളായിരിക്കും നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്. 300 പോയിന്റ് അപ്പുറത്തുള്ള അല്ലെങ്കിൽ 200 പോയിന്റ് അപ്പുറത്തുള്ള കോളോ പൊട്ടോ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക. ആ ബൈ ചെയ്യുന്ന ആദ്യം ചെയ്യുക. സോ 23,000 കോള് സെല് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് 23,300 കോള് ബൈ ചെയ്യുക, ദെൻ സെല് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ മാർജിൻ റിക്വയർമെന്റ് കാണിക്കുള്ളൂ. ഇത് തന്നെ ക്ലോസ് ചെയ്യുമ്പോഴോ, നമ്മൾ എടുത്ത പൊസിഷൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഏതാദ്യം ചെയ്യണം? നേരെ തിരിച്ച്. ക്ലോസ് ചെയ്യുമ്പോൾ സെൽ ലെഗ് ആദ്യം ചെയ്യാം. ഈ ബൈ ലെഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ലെഗിന് വീണ്ടും മാർജിൻ കൂടുതൽ ആവശ്യം വരും, അത് എക്സിക്യൂഷൻ ആവാൻ സമ്മതിക്കില്ല. സോ ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം സെൽ ചെയ്തത് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ല, ഔട്ടും എൻട്രിയും വ്യത്യാസമാണ്. സോ എൻട്രി ചെയ്യുമ്പോൾ ഒരു ഹെഡ്ജിങ് പൊസിഷൻസിൽ എൻട്രി ചെയ്യുമ്പോൾ ബൈ ചെയ്ത പൊസിഷൻസ് ആദ്യം എൻട്രി ചെയ്യുക, അതിനുശേഷം സെൽ ചെയ്ത പൊസിഷൻസ് എൻട്രി ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ സെൽ ചെയ്ത് ഫസ്റ്റ് ക്ലോസ് ചെയ്യുക, ദെൻ ഓൺലി ബൈ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് ആയിട്ടും ക്ലോസ് ചെയ്യാം കേട്ടോ, മൾട്ടിപ്പിൾ ആയിട്ടും ക്ലോസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. ഇതൊന്നും തിയറിയിൽ പഠിക്കേണ്ട കാര്യമല്ല. ലൈവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇറേഴ്സ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും, ഇത് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എത്ര സ്ലൈഡ് ആയിണ്ടാവും? ഈ സ്ലൈഡിന്റെ എന്നോട് കാണിക്കില്ലേ? ഇത്രയേ ഉള്ളൂ. ഷീറ്റ്. അപ്പൊ കുറേ സ്ലൈഡ് മാറ്റാനുണ്ട്. സോ ഓക്കെ, ബുള്ളിഷ് സ്ട്രാറ്റജി. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പോവാം. അതിലേക്ക് ഇനി പോയാൽ എനിക്ക് തോന്നുന്നില്ല തീരുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 ആംഗിൾ ചെയ്യാനുണ്ട്. ബുള്ളിഷിൽ എന്തൊക്കെ ചെയ്യാം, ബെയറിഷിൽ എന്തൊക്കെ ചെയ്യാം, സൈഡ് വേസ് ആൻഡ് ഇവന്റ്സ് എന്തൊക്കെ ചെയ്യാം. ഇതിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികളാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പ്രെഡുകളെ പറ്റി പക്ഷെ ഇത് തീരുമെന്നുള്ളതാണ് സ്ലൈഡ്. സോറി കേട്ടോ, നിങ്ങൾ ഇത് ചെയ്യല്ല. ഞാൻ ഫസ്റ്റ് ടൈം സെല്ലിങ്ങിന്റെ ഒരു 7 ഡേയ്സിന്റെ ക്ലാസ് 2 അവറിലേക്ക് ചുരുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഒരു ബുള്ളിഷ് സ്പ്രെഡിന്റെ കേസിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഫസ്റ്റ് ചോദ്യം ഇതാണല്ലോ. കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ആദ്യത്തെ ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് അനലൈസ് ആണ് ചെയ്തത്? മാർക്കറ്റിന്റെ വ്യൂ എന്താണ്? നിങ്ങളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ 2 തരം സ്പ്രെഡ് എടുക്കാം. അതിനെയാണ് ബുൾ കോൾ സ്പ്രെഡ് എന്നും ബുൾ പുട്ട് സ്പ്രെഡ് എന്നും വിളിക്കാം. ഇതിൽ ആദ്യത്തെ സാധനങ്ങൾ വെട്ടിക്കളയാം. അത് വേണ്ടേ? ഈ സംഭവം നമുക്ക് വേണ്ടെന്ന് പറയാൻ കാരണം ഇതാണ് ഡെബിറ്റ് സ്പ്രെഡ് ആണ്. ഡെബിറ്റ് ഇതിൽ ബൈയിങ്ങിനാണ് കോൺസെൻട്രേറ്റ്. ബുൾ കോൾ സ്പ്രെഡ്, നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ലെഗ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് വരാം. ഇവിടെയാണ് നമുക്ക് ആവശ്യം. ഒരു സെല്ലർ എടുക്കുന്ന സ്പ്രെഡ് ഇതാണ് ബുൾ പുട്ട് സ്പ്രെഡ്. ദാറ്റ് മീൻസ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. ഇതിന്റെ താഴെ എവിടെയാണോ താഴേക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയുമ്പം ഇപ്പൊ മാർക്കറ്റ് 21K, ഇന്ന് നിഫ്റ്റി 21,000 താഴെ പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷ. ഒരു ഗിവൺ എക്സ്പയറി കേട്ടോ, അതുകൊണ്ട് നോക്കാം. ഗിവൺ എക്സ്പയർക്ക് 21,000 താഴെ പോകില്ല. അതാണ് സെല്ലറുടെ ബുള്ളിഷ് കേട്ടോ. ബയറുടെ ബുള്ളിഷ് അങ്ങനെയല്ല. ബയറുടെ ബുള്ളിഷ് ഇങ്ങനെ മുകളിലേക്ക് പോകണമെന്നാണ്. സെല്ലർ പറയുന്നത് ഇങ്ങനെ പോവുകയോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയോ ചെയ്താൽ മതി. സോ ഇതിന് താഴെ വരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 21,000 പുട്ട് സെല്ല് ചെയ്യും. സോ അതാണ് ബുൾ പുട്ട് സ്പ്രെഡ്. മാർക്കറ്റ് മുകളിലേക്ക് പോകും, പക്ഷെ സെല്ല് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ ആണ്. അതിനാണ് എന്ത് വിളിക്കുക? ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് വിളിക്കുക. സോ ഈ പുട്ട് സെല്ല് ചെയ്തപ്പോൾ ഇതിന് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും? 1 ലക്ഷം. പക്ഷെ ഇതിന്റെ ക്യാപിറ്റൽ കുറയ്ക്കാൻ വേണ്ടി അല്പൂടിയും താഴെയുള്ള ഒരു പുട്ട് ഓപ്ഷൻ, മേ ബി ഒരു 20,800 പുട്ട്, 20,800 പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. സോ 21 കോള് സെല്ല് ചെയ്യുന്നു, 20,800 പുട്ട് ബൈ ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയാണ് ബുൾ പുട്ട് സ്പ്രെഡ് സ്ട്രാറ്റജി. ഈസി ആയല്ലോ. സ്ട്രാറ്റജി ഇത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നിങ്ങൾക്ക് പേ ഓഫ് ചാർട്ടിലേക്കും അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. പേ ഓഫ് ചാർട്ട് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഇതിലുണ്ടല്ലേ മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, ഫൈൻ. സോ ക്രെഡിറ്റ് സ്പ്രെഡ് ഇതാണ് ക്രെഡിറ്റ് സ്പ്രെഡ്, അല്ലെങ്കിൽ സെല് ചെയ്യുന്ന സ്പ്രെഡ് ഇതാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വ്യൂ എങ്കിൽ നിങ്ങൾ എന്ത് സെല് ചെയ്യണം? ബുൾ പുട്ട് സ്പ്രെഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളുള്ള പൊസിഷൻ അതായിരിക്കുന്നു അല്ലേ അലൻ? നമ്മളുടെ ഹോൾഡിംഗ് പൊസിഷൻ ബുൾ പുട്ട് സ്പ്രെഡ് അല്ലേ ഇന്ന് ഇപ്പൊ കയ്യിലുള്ളത്? എന്റെ ഉണ്ടോ? നമ്മുടെ ബുൾ പുട്ട് സ്പ്രെഡ് ആണ്. യെസ്, ഇപ്പൊ നിലവിൽ എന്റെ കോപ്പി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള, കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിയർ ആണല്ലോ. മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിയർ ആണ്. ഇപ്പൊ നേരത്തെ FI ഡേറ്റ ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അതിലും പ്രകാരവും 23,000 മുകളിൽ പോകുന്നൊക്കെയാണ് ഒരു ഞാൻ റീഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രീൻ കാണാൻ പറ്റുമോ നോക്കില്ല. ഇതിലുണ്ടോ? യെസ്, ഇപ്പം ഏകദേശം ഒരു 1,000 സംതിങ്, ഒരു 0.25% പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇത് നമ്മുടെ 5 lakhs പോർട്ട്ഫോളിയോ ആണ്. ഈ പൊസിഷനിൽ നിന്ന് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 5,000-6,000 രൂപയായിരിക്കും. 1%, നിയർലി 1% പ്രോഫിറ്റ് ആണ് കിട്ടുക അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ. ഇത് നിങ്ങൾക്ക് നോക്കിയ പൊസിഷൻസ് കാണാമോ? ഓക്കെ,
ഇതെനിക്ക് സ്ക്രീൻ എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ്. അതെന്റെ ഇതിലുണ്ടല്ലോ അല്ലെ, ഹെഡ്ജിങ് സീരീസിലുണ്ട്. യെസ് യെസ്, ഇത് നമ്മുടെ ഹെഡ്ജിങ് കമ്മ്യൂണിറ്റിയാണ്. പൊസിഷൻ കണ്ടോ, ഇതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന പൊസിഷൻ. ഇത് എടുത്തിരിക്കുന്നത് ഇന്നലെയാണ്, ഇന്നലെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കഴിഞ്ഞ ദിവസം എടുത്തിട്ടേ ഉള്ളൂ. കണ്ടില്ലേ നിങ്ങൾ? ഇപ്പൊ നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് ഈ -400 കാണിക്കുന്നതാണ്. ഇത് IIFL പോർട്ട്ഫോളിയോ ആട്ടോ, ബിക്കോസ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ അത് പറഞ്ഞില്ല. സെറോദ അപ്സ്റ്റോക്സിലൊന്നും സെല്ല് ചെയ്യൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം OAയുടെ റെസ്ട്രിക്ഷൻ മൂലം ബൈ ചെയ്യാൻ ഗൂഗിൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സെറോദ ഒക്കെ പണി തരാ ഫാർ ഔട്ട് ഓഫ് ദ മണി. യെസ്, ഗൂഗിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. യെസ്, ഇതൊരു പോയിന്റ് ആണ്. സെറോദ അപ്സ്റ്റോക്സ് പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ അല്ലെങ്കിൽ വലിയ വോളിയൊക്കെ ചെയ്യുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഓപ്ഷൻ സെല്ലിംഗ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ളത് പലപ്പോഴും കിട്ടില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വരുമ്പോഴേക്കും എൻ്റർ ചെയ്തു, നെക്സ്റ്റ് ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് വേറൊരു പൊസിഷൻ എടുക്കാൻ നോക്കുമ്പോൾ അവരുടെ OA റെസ്ട്രിക്ഷൻ വരും. ബിക്കോസ് NSE ബ്രോക്കർമാർക്ക് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര ലക്ഷം സാധനമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഈ പറയുന്ന സെറോദയ്ക്കൊക്കെ യൂസേഴ്സ് കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് ഫില്ലായി പോകും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഒരു ഇത്ര റേഞ്ചിനുള്ളിൽ സെറോദ ഓർബിസിൽ ചെയ്യാം. ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യണമെങ്കിൽ സെറോദ ഓർബിസ് എടുക്കണം. ഓർബിസ് വേണ്ട, ഞാൻ പറഞ്ഞത് അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറയുന്ന അത്ര അങ്ങനെ ഒരു ഡിസ്കംഫോർട്ടിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഒരു സാധനം ഒരു ബ്രോക്കർ സമ്മതിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ബ്രോക്കറിലേക്ക് പോവാം. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് എനിക്കൊരു സേവനം കിട്ടില്ല, എനിക്ക് പേഴ്സണൽ ലോൺ ചോദിച്ചപ്പോൾ അവർ തരില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിലൊന്നും വിളിച്ചോണ്ടിരിക്കും, എനിക്ക് SBI അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പോയി പണിയൊക്കെ പറയും. ആക്സിസും ICICI പോലുള്ള ഇഷ്ടംപോലെ ബാങ്കുകളില്ലേ, അവിടെ സെയിം ഒരു നിസ്സാനങ്ങൾ ചിലത് പറ്റുന്നില്ലെങ്കിൽ അടുത്തത് കിട്ടുന്നതിലേക്ക് മാറാം. നമ്മൾ അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ IIFL മാറി, ഞാൻ ഇപ്പൊ IIFL നിന്ന് ICICIക്ക് മൂവ് ചെയ്തു. കാരണം എന്താണ്, IIFL ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്താൽ 50% ആ പ്ലഡ്ജ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പോയി പണിയൊക്കെ പറഞ്ഞു, അത് തരണ വേറെ ആൾക്കാരുണ്ട്. ICICIയിൽ 90% തരാമെന്ന് പറഞ്ഞു, 100%. അപ്പൊ അതിലേക്ക് മൂവ് ചെയ്തു. എവിടെ ലാഭം കിട്ടുന്നോ അതിലേക്ക് മൂവ് ചെയ്യാം. സോ ഇത് IIFL ആണ്. ഇപ്പം ഇനി നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ ICICIയിലേക്ക് പോർട്ട്ഫോളിയോ സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സെറ്റപ്പ് കുറേ മാറ്റം വരുത്താൻ. കോപ്പി ട്രേഡൊക്കെ ചെയ്യുന്നത് IIFL ആയതുകൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ ഒരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ മെയിൻ ബ്രോക്കേഴ്സ് എടുക്കുന്നതായിരിക്കും അല്പം അഡ്വൈസബിൾ. എത്ര ഔട്ട് ഓഫ് ദ മണി വേണമെങ്കിലും കൊടുക്കാം, ഒരു ലിമിറ്റില്ല. എനിക്ക് വേണ്ടി 25,000 കോൺട്രാക്റ്റിൽ വോളിയം ഉണ്ടെങ്കിൽ അതും സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വേറെ സെറോദയിൽ ഒരു 300 പോയിന്റ് 200 പോയിന്റ് ഒക്കെ അപ്പുറത്തുള്ള കോളും പുട്ടൊക്കെയാണ് സെല്ലിയും ബൈങ്ങും അവർ സമ്മതിക്കുകയുള്ളൂ. സോ ഇത് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസിൽ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയാണ്. സെല്ല് ചെയ്തിരിക്കുന്നത് 22,050 പുട്ട്. സ്പോട്ട് എത്രയാ? നിഫ്റ്റി 22,490, 22,500 സ്പോട്ട് പ്രൈസ്. 500 പോയിന്റ് 22,500 നിൽക്കുമ്പോൾ ഞാൻ സെല്ല് ചെയ്തത് 22,050 500 പോയിന്റ് താഴെയുള്ള പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. 28 രൂപയ്ക്കാണ് ആവറേജ് സെല്ല് ചെയ്തത്. അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി 13 രൂപ പ്രീമിയം ഉള്ള ഒരു 21,850 സ്പ്രെഡ് കുറച്ച് എടുത്തുള്ളൂ. 200 പോയിന്റ് സ്പ്രെഡ് എടുത്തുള്ളൂ. 22,50 200 പോയിന്റ് താഴെയുള്ള 21,850 പുട്ട് ബൈ ചെയ്ത് വെച്ചിരുന്നു. ശരി, നമുക്ക് എന്താണ് വേണ്ടത്? ഇതിന്റെ ബ്രേക്ക് ഈവൻ ചിലപ്പം 22,000 അല്ലെങ്കിൽ 21,900 ആണെന്ന് വിചാരിക്കൂ. ഈ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ലെവല് എക്സാമ്പിൾ വിചാരിക്കുന്നുണ്ടോ, വേണ്ട 22,000 എന്ന് വിചാരിക്കൂ. ഇതിന്റെ ബ്രേക്ക് ഈവൻ 22,000 ആണെങ്കിൽ ഈ പുട്ട് സെല്ലർ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, ഇതൊരു സ്പ്രെഡാണ്, ക്രെഡിറ്റ് സ്പ്രെഡാണ്. ഈ സ്പ്രെഡിനെ വിളിക്കുന്ന പേരാണ് ബുൾ പുട്ട് സ്പ്രെഡ്. കാരണം സെല്ല് ചെയ്തിരിക്കുന്ന പുട്ട് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറഞ്ഞിട്ട് പുട്ട് സെല്ല് ചെയ്തിരുന്നു. ബുൾ പുട്ട് സ്പ്രെഡ്. ഇതിന്റെ ബ്രേക്ക് ഈവൻ 22,000 ആണെങ്കിൽ നിഫ്റ്റി 22 ഇപ്പൊ നിൽക്കുന്നത് എത്രയാണ്? 22,500. 22,000 മുകളിൽ നിഫ്റ്റി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ പ്രോഫിറ്റ് കിട്ടും. ഇനി എത്രയാണ് കിട്ടാനുണ്ട്? 28 24 ഇനി 24 മൈനസ് ഈ 11, ബാക്കി ഒരു 13 രൂപയും കൂടി എനിക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാനുണ്ട്. ഇത് മൈനസ് ചെയ്തിട്ടുള്ള ഇതാണ് എന്റെ നെറ്റ് ലാഭം. ഇപ്പൊ എൻ്റർ ചെയ്തപ്പോൾ ഇത് 28 സെല് ചെയ്തു, ഇത് 13 ബൈ ചെയ്തു. അപ്പൊ നെറ്റ് ക്രെഡിറ്റ് എത്രയാണ്? നെറ്റ് എനിക്ക് ക്രെഡിറ്റ് കിട്ടാനുള്ളത് 15 രൂപയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് വിളിക്കാൻ കാരണം. നെറ്റ് ക്രെഡിറ്റിലായിരിക്കും. ഒരു സെല്ലിംഗ് സ്പ്രെഡ്, ഒരു ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്ന സ്പ്രെഡ് എപ്പോഴും അതിന് നെറ്റ് പ്രീമിയം നമുക്ക് സെല്ല് ചെയ്യുന്നതിന് അനുകൂലമായിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് വിളിക്കാനുള്ള കാരണം. സോ ഇവിടെ നോക്കിയേ, സെല്ല് ചെയ്ത് 28, ബൈ ചെയ്ത് 13, 28 മൈനസ് 13 15. സോ നെറ്റ് 15 പ്രീമിയം നമുക്ക് എങ്ങനെ വന്നാലും ക്രെഡിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് വിളിക്കുക. സോ 15 ഇൻറ്റു ഞാൻ എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്തിരിക്കുന്നത്? 400 ക്വാണ്ടിറ്റി. 15 × 400 6,000 രൂപ. സോ ഈ ട്രേഡ് ഒന്നും ചെയ്യാണ്ടിരുന്നാൽ തന്നെയും ഈ വരുന്ന നെക്സ്റ്റ് വ്യാഴാഴ്ച നിഫ്റ്റി 22,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ എത്ര രൂപയിൽ വിൽക്കും? ഇപ്പൊ ഇവിടെ 640 കണ്ടെടുത്ത് ഞാൻ 6000 രൂപ പ്രോഫിറ്റിലായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ലൈവ് പൊസിഷൻസോട് ഞാൻ കാണിച്ചു തന്നു. ഇത് എനിക്ക് മാത്രമല്ല, എന്നെ കോപ്പി ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും, നമ്മുടെ ഹെഡ്ജിങ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു ട്രേഡ് തന്നെയായിരിക്കും. നിങ്ങളും ഇപ്പൊ ആവറേജ് പറയുന്ന 0.25% പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. മാർക്കറ്റിൽ പറയുന്ന ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ഒരു ബിഗ് മൂവ്മെന്റ് ഉണ്ടായ തിങ്കളാഴ്ച തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. നമുക്കൊരു 1% ഈ ആഴ്ച കിട്ടിയാൽ മതി. 1% ഒരാഴ്ച കിട്ടിയാൽ ഒരു മാസം 4% കിട്ടില്ലേ? ഒരാഴ്ച നഷ്ടം വന്നാലും നെറ്റ് 3% കിട്ടുമോ? ഇതാണ് സെല്ലർ ചിന്തിക്കുന്നുള്ളൂ. ഒരാഴ്ചയിൽ 1%, 4 ആഴ്ചയിൽ 4%. ഒരാഴ്ച പോട്ടെ, നഷ്ടം വന്ന ആഴ്ചയോട്ടെ, നെറ്റ് ഒരു 3-2% കിട്ടുമോ? ഹാപ്പി. അപ്പൊ ഒരു കൊല്ലത്ത് കിട്ടും 12 × 2 24%. സൂപ്പർ. 24% ഞാൻ സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശ് എനിക്ക് കിട്ടി. ഈസി. ഇങ്ങനെ വേണം ഒരു സെല്ലർ ചിന്തിക്കാനായിട്ട്. ഫൈൻ. സോ അതൊരു ഗുണമായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി തന്നെ നമുക്ക് പൊസിഷൻസും ഉള്ളതുകൊണ്ട്. സോ ഈ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്ന പേരാണ് ബുൾ പുട്ട് സ്പ്രെഡ്. എവിടെ എത്തില്ല എന്ന് പറയുന്ന ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു 100, 200, 300 അത് നിങ്ങളുടെ റിസ്ക് പോലെ ഇരിക്കും. ദൂരം കൂടുന്തോറും ബൈ ലെഗിന്റെ ദൂരം കൂടുന്തോറും റിസ്ക് കൂടും, പ്രോഫിറ്റും കൂടും. ദൂരം കുറയും തോറും റിസ്ക് കുറയും, പ്രോഫിറ്റ് കുറയും. ഫൈൻ. ഇത് ഇങ്ങനെ പഠിച്ചാൽ പോരാട്ടോ. നാളെ നിങ്ങളൊരു സ്പ്രെഡ് എടുക്കണം. ഇത് എടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഇട്ട് തരാം. ആ സാധനം അങ്ങോട്ട് എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ബൈ ചെയ്യുക, ദെൻ സെല് ചെയ്യുക, എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുക, വിൽക്കുക, 1% ലാഭം ബുക്ക് ചെയ്യുക, അടുത്ത എക്സ്പയറിയിൽ വീണ്ടും അടുത്ത ട്രേഡ് എടുക്കുക. അതങ്ങനെ പൊക്കോളും. സോ നിങ്ങൾക്ക് 1000 ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് മാറണമെങ്കിൽ ഒറ്റ പോകാൻ വഴിയുള്ളൂ. നെക്സ്റ്റ് ഈ വീഡിയോ കണ്ട അടുത്ത ദിവസം ഒരു സ്പ്രെഡെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൺഡേ ഞാൻ എന്തായാലും നെക്സ്റ്റ് ട്രേഡിംഗ് ദിവസം ഞാൻ നിങ്ങൾക്ക് സ്പ്രെഡ് ഇട്ട് തരാം. എല്ലാ കമ്മ്യൂണിറ്റിയിലും കേട്ടോ. അതൊന്ന് ഓർമ്മിച്ചോ കേട്ടോ. തിങ്കളാഴ്ച മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്പ്രെഡ്, കോൾ സ്പ്രെഡോ പുട്ട് സ്പ്രെഡോ, എല്ലാ ഗ്രൂപ്പുകളും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്യാൻ പറയും. ഫൈൻ. ഓക്കെ. സോ ഇതാണ് സ്പ്രെഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാമേ. ഇത് ബുൾ കോൾ സ്പ്രെഡ്. ഞാൻ പറയുന്നില്ല, ബിക്കോസ് ബുൾ കോൾ സ്പ്രെഡ് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത്? ബുൾ കോൾ സ്പ്രെഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ല. ഇതൊരു ബയ്യറുടെ ടോപ്പിക്കാണ്. നമുക്ക് അടുത്തതാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇത് ബുൾ കോൾ സ്പ്രെഡിന്റെ ഡീറ്റെയിൽസ്. ഈ സ്ലൈഡും കട്ട് ചെയ്ത് നീക്കാം. ഇത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ല, പറഞ്ഞു തീരില്ല. ഇത് ബുള്ളിഷ് ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ക്രെഡിറ്റ് സ്പ്രെഡ് ആണ് വേണ്ടത്. വി നീഡ് ക്രെഡിറ്റ് സ്പ്രെഡ്. ഡിഫറൻറ്റ് സിനാരിയോ പോട്ടേക്ക്. ഇതൊക്കെ ഞങ്ങളുടെ 7 days ക്ലാസ്സിൽ കവർ ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ അവിടെ വരാം. ഇത് ബുൾ കോൾ സ്പ്രെഡിന്റെ പേ ഓഫ് ചാർട്ട്. ഇത് ഞാൻ ലൈവ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ ഇവിടെ തന്നെയുണ്ട്. കേട്ടപ്പോട്ടെ. സ്പ്രെഡ് സെലക്ഷൻ, കാൽക്കുലേഷൻ, ബുൾ പുട്ട് സ്പ്രെഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടെന്നുള്ള ഞാൻ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ലൈവ് പിയാൻഡിൽ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. എന്താണ് ബുൾ പുട്ട് സ്പ്രെഡ്? ഇന്ന മണിയുള്ള പുട്ട് ഓപ്ഷൻ സെൽ ഐറ്റം പുട്ട്. ഇത് തെറ്റാട്ടോ. അല്ല, സ്ലൈഡ് കറക്റ്റ് ചെയ്യണേ. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവമില്ല. ഇന്തമണിയിലുള്ള പുട്ട് സെല് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഇല്ല. എനി പുട്ട്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഔട്ട് ഓഫ് ദി മണിയാണ്. OTM പുട്ടാണ് സെല് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദി മണിയുടെ പുട്ട് ഓപ്ഷൻ ആണ് ശരിക്കും സെല് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല സ്പ്രെഡ് ഔട്ട് ഓഫ് ദി മണിയാണ്, ഇൻ ദ മണി അല്ല. ഓർ അറ്റ് ദ മണി സെല് ചെയ്യാം. ഔട്ട് ഓഫ് ദി മണിയാണ് കൂടുതൽ നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ലൈവ് എടുത്തിരിക്കുന്ന പൊസിഷൻസും ഔട്ട് ഓഫ് ദി മണിയിലെ പുട്ട് ഓപ്ഷൻ ആണ്. ഇത് തെറ്റാണ്, ആരും ഇത് നോട്ട് ചെയ്യരുത്. ഇൻ ദ മണി അല്ല, ഔട്ട് ഓഫ് ദി മണിയിലെ ഒരു പുട്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ മാക്സിമം അറ്റ് ദ മണി ATM. അത്ര ക്ലിയർ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ, ഞാൻ എടുത്തിരിക്കുന്നത് ഡെലിവറിയാണ്. വീക്കിലി എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണ്. അല്ല, ഇന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിച്ചെടുത്തിരിക്കുന്ന സ്പ്രെഡ്. അങ്ങനെ എടുക്കൂട്ട ആൾക്കാർ. ഇപ്പൊ മാർക്കറ്റ് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറത്തേക്ക് ഒരു നേക്കഡ് ബൈയിങ്ങിന് പകരം ചെയ്യുന്ന സെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി 21K നിൽക്കുവാണെങ്കിൽ 21K പുട്ട് സെല് ചെയ്യുക, തൊട്ട് താഴെ സെല് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് പതുക്കെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ പുട്ടിന് നല്ല പ്രീമിയം ഉണ്ടാവും. മേ ബി ഒരു 100 രൂപയൊക്കെ പ്രീമിയം ഉണ്ടാവും. നമ്മൾ സെല് ചെയ്തത് നേരത്തെ എത്ര രൂപയ്ക്കാ? 28 രൂപ കിട്ടാൻ വേണ്ടിയാണ് സെല് ചെയ്തത്. പക്ഷെ ഈ പുട്ട് സെല് ചെയ്ത്, അറ്റ് ദ മണി പുട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 5% പ്രോഫിറ്റ് കിട്ടും. മറ്റേത് ഒരാഴ്ച കൊണ്ട് കിട്ടുന്നത് ഇവിടെ ഒരു ദിവസം കൊണ്ട് 5% പ്രോഫിറ്റ് കിട്ടും. ബട്ട് അത്രയും തന്നെ റിസ്ക്കും ഇതിനകത്തുണ്ട്. സോ ഇൻട്രാഡേ ട്രേഡർക്കാണ് ഇത് ആവശ്യമുള്ളൂ. ക്ലിയർ? സോ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് തിങ് ചെയ്യേണ്ടതല്ല, ഫസ്റ്റ് തിങ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ലെഗ് ബൈ ചെയ്യണം? ഔട്ട് ഓഫ് ദി മണി ഏത് ലെഗാണ് ബൈ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ആ ബൈ ചെയ്യുന്ന ലെഗ് ആദ്യം ബൈ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഇത് സെല് ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് സെലക്ട് ചെയ്യാം. ഒന്ന് റേഞ്ച് നോക്കി സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ
പ്രീമിയം നോക്കി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കാണിച്ചില്ല, എന്തായാലും പഠിക്കാൻ വേണ്ടി വന്നല്ലേ, ഇത് എങ്ങനെ തീരുന്നു എനിക്കറിയില്ല. സോ യെസ്, ഇത് NSEയുടെ ഓപ്ഷൻ ചെയ്യാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 22,490, ദാറ്റ് മീൻസ് 22,500 ആണ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്. ഈ വരുന്ന എക്സ്പയറി 7th മാർച്ച് എക്സ്പയറി ആണ്. 14th മാർച്ച് അല്ലേ നെക്സ്റ്റ് എക്സ്പയറി എടുക്കാം. ഓക്കെ, ഇത് അറ്റ് ദ മണിയാണ്. നമ്മൾ എന്താ സെല് ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് ദ മണിയിലെ പുട്ടാണ് സെല് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു പറഞ്ഞു. സോ ഇപ്പൊ ഞാൻ സെല് ചെയ്തിരിക്കുന്നത് 28 രൂപ പ്രീമിയം ഉള്ളതാണ്. അപ്പം ഈ ഒരു പ്രീമിയമാണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ മണിയിലുള്ള 20.50 പുട്ട് ഞാൻ സെല് ചെയ്തപ്പോൾ 28, അറുന്നൂറ്റി 22 ഉള്ളൂ. അതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്ര പോയിന്റ് അപ്പുറത്തുള്ള അല്ലെങ്കിൽ പ്രീമിയം നോക്കിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതർ നിങ്ങൾക്ക് നെറ്റ് ക്രെഡിറ്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് എത്ര രൂപ നെറ്റ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് തുടക്കം തൊട്ട് ചെയ്യണം. എനിക്ക് എത്ര ശതമാനം ഒരാഴ്ച മതി? 1% മതി. അപ്പൊ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി 500 വിചാരിക്കൂ. 500 ക്വാണ്ടിറ്റിയുടെ 1% എത്രയാണ്? 5000 രൂപ, അല്ലെങ്കിൽ 1% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കിട്ടാൻ നെറ്റ് എത്ര പ്രീമിയം വേണം? അപ്പം ഇത് 22-ന് സെല് ചെയ്തു, ഇത് 11-ന് ബൈ ചെയ്തു, നെറ്റ് 11 രൂപ കിട്ടും, മതി. അവിടെ എനിക്ക് 1% കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പ്രീമിയം നോക്കിയിട്ട്. എനിക്ക് നെറ്റ് 1% വേണമെങ്കിൽ എത്ര രൂപ ഡിഫറൻസ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 1-2 ദിവസം ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് പൊസിഷൻസ് എടുത്ത് തരും. നിങ്ങൾ അത് വെച്ച് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ റേഞ്ച് എവിടെ എത്തില്ല എന്നുള്ളൊരു റേഞ്ച്. നെക്സ്റ്റ് തിങ്. ഓക്കെ, സോ ഇതിപ്പോ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ്സ് ചാർട്ടാണ്. നിഫ്റ്റിയുടെ കേസ് എടുക്കാം. ഇപ്പൊ നിൽക്കുന്നത് 22,500 ആണ്. ഫൈൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ സപ്പോർട്ട്. നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ സപ്പോർട്ട് മാർക്ക് ചെയ്തതിന് 22,000 ആണ് ഇവിടുത്തെ സപ്പോർട്ട്. ഈ ബ്ലൂ ലൈൻ ആണ് സപ്പോർട്ട്. സോ എന്താണ് ഈ സെല്ലർ പറയുന്നത്? 22,000-ന്റെ പുട്ട് സെല് ചെയ്ത ആൾ പറയുന്നത് എന്താണ്? ഈ 22,000 ഈ സപ്പോർട്ടിന്റെ താഴെ പോകില്ല. അപ്പൊ ഇതിന്റെ മാക്സിമം സപ്പോർട്ട് ചിലപ്പോൾ അതുമല്ല കേട്ടോ, ഒന്നുകൂടി താഴേക്കിടാം. ഇവിടെയാണ് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയുള്ള സ്വിംഗ് സപ്പോർട്ട്. സോ 21,850. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതാ സെല് ചെയ്യേണ്ടത്? 21,850 അല്ലെങ്കിൽ 21,800 ആണ് സെല് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയും നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാം. ഇവിടെയാണ് നമ്മുടെ നിയറസ്റ്റ് സപ്പോർട്ട് സോൺ. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിന്റെ ഏറ്റവും എൻഡിൽ വേണ്ട 21,800 ഇരിക്കട്ടെ. ഇതാണ് 21,800-ന്റെ പുട്ടാണ് സെല് ചെയ്യേണ്ടത്. അതിൽ നിന്ന് കുറച്ച് താഴെയുള്ള ഒരു 200 പോയിന്റ് സ്പാൻ ആണ് നോക്കുന്നതെങ്കിൽ 200 പോയിന്റ് താഴെയുള്ള 21,600-ന്റെ പുട്ട് ബൈ ചെയ്യണം. ക്ലിയർ? ഇത് ബൈ ചെയ്യേണ്ട സാധനം, ഇത് സെല് ചെയ്യേണ്ട സാധനം. ദെൻ നിങ്ങൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോയി പ്രീമിയം നോക്കാം. 21,800-ന്റെ പുട്ടിന് എന്ത് പ്രീമിയം ഉണ്ട്? 21,800-ന് 10-ഉം 21,600-ന് 5-ഉം. അപ്പൊ അവിടുത്തെ നെറ്റ് എന്ത് കിട്ടും? ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമല്ലോ അല്ലെ? 21,800, ഇതാണ് 21,800. 21,800-ന്റെ പുട്ടിന് 10 രൂപ പ്രീമിയം ഉണ്ട്. അതിന് ഹെഡ് ചെയ്യാൻ വേണ്ടി 21,600 പുട്ടിന് 5 രൂപ. സോ നെറ്റ് ക്രെഡിറ്റ് എത്ര കിട്ടി? നെറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്ക് 5 rupees കിട്ടി. സോ അങ്ങനെയും നിങ്ങൾക്ക് ഏത് സ്പ്രെഡാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ ഫ്ലാറ്റ്ലി ഓപ്ഷൻ പ്രീമിയം നോക്കിയിട്ട് എനിക്കൊരു 20 രൂപ പ്രീമിയം ഉള്ള ഇത് സെല് ചെയ്യുക, 10 രൂപ പ്രീമിയം ഉള്ളത് ബൈ ചെയ്യുക. അങ്ങനത്തെ ഒരു റേഞ്ചിലും നിങ്ങൾക്ക് സ്പ്രെഡിനെ എടുക്കാൻ പറ്റും. സോ സ്പ്രെഡിന്റെ സ്ട്രൈക്ക് സെലക്ഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഏത് സ്ട്രൈക്ക് എടുക്കണം എന്നുള്ളത്. സോ ഇത് തെറ്റിപ്പോകരുത്. ഇൻ ദ മണി അല്ല, ഏതാണ് എടുക്കേണ്ടത്? ഏറ്റവും ബെസ്റ്റ് ഔട്ട് ഓഫ് ദ മണി തന്നെയാണ് എടുക്കേണ്ടത്. ക്ലിയർ? അപ്പൊ സ്പ്രെഡ് ഓൾമോസ്റ്റ് കാര്യങ്ങൾ കവർ ചെയ്തു. സ്പ്രെഡ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഔട്ട് ഓഫ് ദ മണിയിലെ പുട്ട് സെല് ചെയ്യുക, ബൈ ചെയ്യുക. ഏതർ നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി സ്പ്രെഡ് സെലക്ട് ചെയ്യാം. അതിലും നല്ലത് പ്രീമിയം നോക്കി. ഇപ്പൊ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പ്രീമിയം നോക്കിയിട്ടാണ് ഒരു പരിധി വരെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കറന്റ് എടുക്കുന്ന പൊസിഷൻസ് ഞങ്ങൾക്ക് വേണ്ട ഡിസൈഡ് പ്രീമിയം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വീക്കിലി 1% ആണ് സ്പ്രെഡിന്റെ ടാർഗറ്റ്. അയൺ കോണ്ടറിന്റെ ടാർഗറ്റ് വീക്കിലി 2% പ്ലസ് ആയിരിക്കും. കാരണം 2 ലെഗ് ഉണ്ടല്ലോ, അയൺ കോണ്ടർ ആകുമ്പോൾ 4 ലെഗ് ഉണ്ട്. 2 ഉള്ളതുകൊണ്ട് വീക്കിലി 1% ഒക്കെ ആയിരിക്കും. അത് നമ്മൾ എടുക്കുന്നത് തൽക്കാലം പ്രീമിയം നോക്കിയിട്ടാണ്. അല്ല ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വീക്കിലി ആണെങ്കിൽ ഏത് പ്രീമിയത്തിലുള്ള ആവറേജ് എടുക്കുന്നത്? വീക്കിലി മെയിൻലി 35 to 40, അല്ലെങ്കിൽ 30 to 40 ഇടയില്. 30-40 രൂപ ആവറേജ് പ്രീമിയം വരുന്നത് സെല് ചെയ്യും. അതിന്റെ ഹെഡ് ചെയ്യാനായിട്ട് ഏത് ചെയ്യാനായിട്ട് 30 ബൈലേക്ക് ഒരു 300 സ്പ്രെഡാ നോക്കുന്നത്, പ്രീമിയം അല്ല. ഡിപ്പെൻസ് ഓൺ ദ റിസ്ക് ആണെങ്കിൽ റിസ്ക് കൂടുതലായിട്ട് വന്നാണ് 200 എടുക്കും, റിസ്ക് കുറവാണെങ്കിൽ 300 എടുക്കും. അപ്പൊ ഒരു 300 ആകുമ്പോൾ 10 താഴെ വരും, 200 ആണെങ്കിൽ ഒരു 10 to 20 ഇടയിൽ വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 200 ആണ്. കാരണം ഇപ്പോഴത്തെ റിസ്ക് കൂടുതലായതുകൊണ്ട് ഇപ്പൊ മാർക്കറ്റിൽ നല്ല വൈഡ് മൂവ്മെന്റ്, ഓൾ ടൈം ഹൈയിലാണ്. എനി ടൈം കറക്ഷൻ വരാം. ഇവൻ ദോ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിലും എനി ടൈം കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്പ്രെഡ് കുറച്ചാണ് ഈ വീക്ക് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറയും, അത്രേ ഉള്ളൂ. നഷ്ടം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഹെഡ്ജ് ചെയ്യുന്ന ഒരാളുടെ ഫസ്റ്റ് തലയിൽ ചിന്തിക്കുന്ന ഇതാണ്,
എൻ്റെ റിസ്ക് എവിടെയാണ്, എനിക്ക് റിസ്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടത്. സോ കറന്റ് മാർക്കറ്റ് കണ്ടീഷൻസിൽ ഞങ്ങൾ 200 എടുത്തിട്ടുള്ളൂ. ചില മാർക്കറ്റ് കണ്ടീഷൻസിൽ നമ്മൾ 300 സ്പ്രെഡ് എടുക്കാറുണ്ട്. അതായത് സെല് ചെയ്തിരുന്ന 300 പോയിന്റ് അപ്പുറത്തുള്ള ഔട്ട് ഓഫ് ദി മണി പുട്ടോ അല്ലെങ്കിൽ കോളോ ആയിരിക്കും നമ്മൾ ബൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം നോക്കിയെടുക്കാനും നമ്മൾ പറഞ്ഞു. ക്ലിയർ? യെസ്, അത് നമ്മുടെ ലൈവ് പൊസിഷൻസും നിങ്ങൾ കണ്ടതാണ്. എക്സാമ്പിൾ, ബുൾപുട്ട് സ്പ്രെഡിന്റെ എക്സാമ്പിൾ ഇനി കാണിക്കണോ? നമ്മൾ ലൈവ് തന്നെ കാണിച്ചില്ലേ? ഞങ്ങൾ ഇപ്പോൾ സെല് ചെയ്തിരിക്കുന്നത് 500 പോയിന്റ് താഴെയുള്ള പുട്ടും അതിൽ നിന്ന് 200 പോയിന്റ് കൂടി താഴെയുള്ള പുട്ട് ബൈ ചെയ്ത് സെല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറൻലി 0.25% ഒരു ദിവസത്തിന് ഒറ്റ ദിവസമായിട്ടുള്ളൂ എടുത്തിട്ട്. ആ 1 ഡേയിൽ 0.25% കിട്ടി. അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ അത് 0.5%, 1% മുകളിൽ പ്രോഫിറ്റ് കിട്ടും. ഇൻ കേസ് ഒരു അയൺ കൗണ്ടറിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അല്പം പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ? അപ്പൊ ഇതിന് വേറെ എക്സാമ്പിൾ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, 20,000 22,000 താഴെ നിഫ്റ്റി പോകാതിരുന്നാൽ എനിക്ക് എന്റെ 1% ഓക്കെയാണ്. അല്ലാതെ ഞാൻ വേറെ ഒരു റോക്കറ്റ് സയൻസും ഞാൻ അതിൽ പറയുന്നില്ല. എന്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇപ്പൊ നിൽക്കുന്ന എന്റെ പൊസിഷനിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണ്? നിഫ്റ്റി ഈ പറയുന്ന റെഡ് ലൈനിലേക്ക് വരല്ലേ. അടുത്ത വ്യാഴാഴ്ച വരെ ഇതിന്റെ മുകളിൽ ചിലപ്പോൾ ഇവിടെ വരും, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ നിൽക്കും. ചിലപ്പോൾ ഇച്ചിരി താഴെ വരും, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ നിൽക്കും. ഇതിന് താഴേക്ക് പോകല്ലേ എന്നൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ സെല് ചെയ്തിരിക്കുന്നത്. അത് സംഭവിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ 1% ഗ്യാരണ്ടീഡ് ആണ്. ക്ലിയർ? ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഇന്ന് 2 സ്ട്രാറ്റജി പഠിപ്പിക്കാന്ന്, അയൺ കൗണ്ടർ കൂടി പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? അവിടെയും ഈ സ്പ്രെഡ് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് തന്നെ അയൺ കൗണ്ടറിൽ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് ഇതുപോലെ ഒരു സ്പ്രെഡ് എടുത്തിട്ട് സ്പ്രെഡിന് വിപരീതമായി മാർക്കറ്റ് പോകുന്നു എന്ന് കണ്ടാൽ, അതായത് അല്ലെങ്കിൽ കോൾ കൂടി സെല് ചെയ്യുന്നത് സേഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അയൺ കൗണ്ടറിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നിങ്ങൾ സ്പ്രെഡ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ക്ലിയർ? യെസ്, ഇതാണ് ഇതിന്റെ പേ ഓഫ് ചാർട്ട്. ബുൾ പുട്ട് സ്പ്രെഡിന്റെ പേ ഓഫ് ചാർട്ട്. ഈ പേ ഓഫ് ചാർട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് എങ്ങനെ എടുക്കണേന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സെൻസിബിൾ, ഒബ്സ്ട്രാ പോലുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ പോയി സ്ട്രാറ്റജി ബിൽഡറിൽ നിങ്ങൾ എടുക്കേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സാധനം കിട്ടും. ഇത് സെൻസിബിൾ ആണ്. സെൻസിബിൾ ഇപ്പം മിക്ക യൂസേഴ്സ്, സീറോദ, അപ്സ്റ്റോക്സ് അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നവർക്ക് സെൻസിബിൾ ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മളുടെ പുതിയ വെബ്സൈറ്റ് വരണ്ട കേട്ടോ, അതും പറഞ്ഞേക്കാം. നമ്മളുടെ ആൽഗോ ട്രേഡിംഗ് വെബ്സൈറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അതിലൊത്തിരി ആൽഗോ സ്ട്രാറ്റജികൾ ഡിപ്ലോയ് ചെയ്യാം. പ്രീ ഡിഫൈൻഡ് ആയിട്ട് സ്ട്രാറ്റജി ഉണ്ട്. അല്ലെങ്കിൽ കോപ്പി ട്രേഡുള്ള പോലെ ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 19 ഫ്രണ്ട്സിന് കൂടി ട്രേഡ് എടുക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് വീക്ക് റിലീസ് ചെയ്യും. അതിലും ഇതേപോലെ പേ ഓഫ് ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും സെപ്പറേറ്റ് എങ്ങും പോകണ്ട. ഓപ്ഷൻ ചെയിൻ കാണാം, ചാർട്ട് അനലൈസ് ചെയ്യാം, എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫൈൻ. സെൻസിബിളിൽ പോകുന്നു, സ്ട്രാറ്റജി ബിൽഡർ എടുക്കുന്നു. ഇവിടെ ഒരു ഗുണം, നമ്മുടെ വ്യൂ ബുള്ളിഷ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ബുൾ പുട്ട് സ്പ്രെഡ് ഇതല്ലേ നമുക്ക് എടുക്കേണ്ടത്. ഇതെവിടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. വെറുതെ എടുത്താൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ തന്നെയും ഡിഫോൾട്ട് ആയിട്ട് വന്നോളൂ. പക്ഷേ ഇത് അഡ്വൈസബിൾ അല്ല കണ്ടോ. ഇത് 138 പ്രീമിയം ഒക്കെ ഉള്ളതാ സെല് ചെയ്തേ. വേറെ ഞങ്ങളേതാ സെല് ചെയ്യാൻ പറഞ്ഞത്? നമ്മളൊരു 30 പോയിന്റ് മതി എന്നാലും ഇപ്പൊ പറഞ്ഞില്ല. ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 30-40 ഉള്ളതാണ്. സോ വീണ്ടും താഴേക്ക് വരട്ടെ. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സെല് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സെല് ചെയ്യുന്ന പൊസിഷൻസ്. അതിൽ നിന്ന് 200 പോയിന്റ് താഴെയുള്ള ഇതായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പ്രെഡ്. ഇതിന്റെ പേ ഓഫ് ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. റിസ്ക് ലിമിറ്റഡ് ആണ്. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് 2%. കണ്ടോ, ഈ സ്പ്രെഡിന്റെ മാക്സിമം പ്രോഫിറ്റ് 2% ആണ്. മാക്സിമം ലോസ് 30% ഉണ്ട്. അത് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ ഇതിനെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ SL വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഈ പറയുന്ന 30%ലേക്ക് ലോസ് പോകില്ല. ഈ 2% തന്നെ ലോസ് വരുമ്പോഴും നമ്മൾ കട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വരുമ്പോഴും കട്ട് ചെയ്യും. സോ സ്പ്രെഡിനെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പലരും ചോദിക്കും സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടാൻ പറ്റുമെന്ന്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. ഓർഡർ ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോൾ ലോസ് വരുന്നോ അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. ക്ലിയർ? സോ ഇങ്ങനെ സ്ട്രാറ്റജി ബിൽഡറിൽ പോയി ഇതൊന്നും ഓടിച്ച് നോക്കാം. ഇതുണ്ട്, റിസ്ക് ഉണ്ട്, പ്രോബബിലിറ്റി ഒക്കെ. ഇതാ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഈ സ്പ്രെഡ് വിജയിക്കാനുള്ള ചാൻസ് 88%. അതായത് വെറും 12% കേസിലാണ് ഇത് ലോസിലേക്ക് പോവുള്ളൂ. ബാക്കി 88%ലും ഈ സ്പ്രെഡിൽ നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടും. വീക്കിലി 2%, വലിയൊരു എമൗണ്ട് അത്. ഈ 2% പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ? യെസ്. സോ അങ്ങനെയാണ് പേ ഓഫ് ചാർട്ട് എടുക്കേണ്ടത്. സോ ഇതിന്റെ ഈ പേ ഓഫ് ചാർട്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന പേ ഓഫ് ചാർട്ട് ഇങ്ങനെയാണ് എടുത്ത് സെല് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന പ്രോഫിറ്റ് കുറവും ലോസ് കൂടുതലാണ്. ഇതിന്റെ റിസ്ക് റിവാർഡ് മോശമാണ്. ബട്ട് സ്റ്റിൽ ഇത് ഓൺ എക്സ്പയറിയിൽ ഇങ്ങനെ തന്നെ കിടന്നാലാണ്. ശ്രദ്ധിക്കുക, ഓൺ എക്സ്പയറിയിൽ നമ്മൾ ഒന്നും ചെയ്യാതെ കിടന്നാലാണ് നമുക്ക് SL ഉണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള SL ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പ്രെഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന SL എത്രയാ? SL ഇപ്പൊ നമ്മള് എടുക്കുന്ന പ്രൈസിന്റെ ഡബിൾ, അതായത് നമ്മൾക്ക് കിട്ടുന്ന പ്രീമിയത്തിന് അത്ര തന്നെയാണ് നമ്മൾ ഇപ്പൊ SL വെക്കാറ്. സോറി, അതായത് ഇപ്പൊ നിങ്ങൾ സെല് ചെയ്തിരിക്കുന്ന പൊസിഷൻ 1:1. ഓക്കെ, നിങ്ങൾ സെല് ചെയ്തിരിക്കുന്നത് ഈ സാധനമാണെങ്കിൽ 86 രൂപ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പൊസിഷൻ, കറണ്ട് എന്റെ പൊസിഷൻ ഞാൻ സെല് ചെയ്തിരിക്കുന്നത് 28 രൂപയ്ക്കാണ്. അതിന് ഇരട്ടി ആവുമ്പോൾ നമ്മൾ SL വെക്കും. ആ സെല് ചെയ്ത ലെഗ് ആണല്ലോ നമുക്ക് ലോസ് വരുന്നത്.
ഇൻ കേസ് മാർക്കറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ വ്യൂ ബുള്ളിഷാണ്, മാർക്കറ്റ് താഴേക്ക് വീണാൽ എന്റെ സെല്ല് ചെയ്ത് 28 രൂപ എപ്പോൾ 56 രൂപയാവുന്നോ ഡബിൾ ആവുന്നോ അപ്പൊ ഞാൻ ലോസ് ബുക്ക് ചെയ്യും 2x, എന്നിട്ട് വീണ്ടും അടുത്ത വ്യൂവിൽ ട്രേഡ് എടുക്കും. അതാണ് SL. സോ അങ്ങനെ വരുമ്പം ഇത്രയും ലോസ് വരില്ല, മാക്സിമം ഒരു 1%. നമ്മള് ഹെഡ്ജ് ചെയ്യുമല്ലോ, ഫസ്റ്റ് നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. സോ അതിന്റെ ഹെഡ്ജിന്റെ പ്രോഫിറ്റ് കൂടി കയറാണല്ലോ. ബൈ ചെയ്ത പ്രോഫിറ്റ് കയറും, അപ്പൊ അത്രയും സെല്ലിൽ കയറില്ല. ബട്ട് ഞാൻ സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു 1% അതല്ല 2% വരെയൊക്കെ അല്ലേ അതല്ല ലോസ്. കോള് പുട്ട് സെല്ല് ചെയ്യുന്നപ്പം കോളും സെല്ല് ചെയ്യലോ താഴത്തേക്ക് വരുമ്പോ. അല്ല, ഇൻകേസ് ഞാൻ താഴേക്ക് ഒരു ഫസ്റ്റ് പറഞ്ഞത് സ്പ്രെഡ് മാത്രമാണെങ്കിൽ ഉള്ള കേസാണ് പറഞ്ഞത്. സ്പ്രെഡ് മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂങ്കിൽ ഉള്ള SLന്റെ കാര്യമാണ് ചോദിച്ചത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അലൻ പറഞ്ഞത്. എനിവേ അത് നമുക്ക് അയൺ കൗണ്ടറിന്റെ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. തൽക്കാലം ഇതിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക, സെല്ല് ചെയ്യുന്നതിന് SL ഉണ്ട്. സോ ഈ റിസ്ക് റിവാർഡിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ലോസ് കുറവും കൂടുതലും പ്രോഫിറ്റ് കുറവാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ഇത്രയിലേക്ക് പോകില്ല. എത്ര ശതമാനമാണോ നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും തന്നെ നമ്മൾ ലോസിനെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ക്ലിയർ? ഓക്കെ. പിന്നെ ബെയറിഷ് സ്ട്രാറ്റജി, ഇത് ഇനിയും പറയേണ്ട കാര്യമില്ല, നേരെ വിപരീതമാണ്. ഇപ്പൊ ബുള്ളിഷ് സ്പ്രെഡ് പറഞ്ഞതുപോലെ ബെയറിഷ് സ്പ്രെഡ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതിൽ തന്നെ ഫസ്റ്റ് ഉള്ളത് നമുക്ക് വെട്ടിക്കളയാം. കാരണം എന്താ, ഇത് ഡെബിറ്റ് സ്ട്രാറ്റജിയാണ്. ബിയർ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പുട്ട് ബൈക്കാണ് അഡ്വാൻറ്റേജ്, ഡെബിറ്റ് ആണ് നമ്മളിന്ന് പറയുന്നില്ല. നമ്മൾ എടുക്കുന്നത് ഇതാണ്. ബിയർ കോൾ സ്പ്രെഡ് ഇതൊരു ക്രെഡിറ്റ് സ്ട്രാറ്റജിയാണ്. ഇവിടെ ആർക്കായിരിക്കും അഡ്വാൻറ്റേജ്? നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്ന കോൾ ലെഗിനായിരിക്കും അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് 22,000 നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് നിഫ്റ്റി 23,000 23,000 മുകളിൽ പോകില്ല. ഇപ്പൊ അങ്ങനെ ഒരു വ്യൂ ഇല്ലാട്ടോ എനിക്ക്. പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു വ്യൂ ആണ് എന്റെ എങ്കിൽ ഞാൻ സെല്ല് ചെയ്യേണ്ടത് 23,000 പുട്ട് സെല്ല് ചെയ്യുന്നു. ഇതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി മുകളിലുള്ള മേ ബി ഒരു 200 പോയിന്റ് സ്പ്രെഡ് ആണെങ്കിൽ 23,200 പുട്ട് ബൈ ചെയ്യുന്നു. ആദ്യം ഏത് ചെയ്യണം? ആദ്യം ഇത് ചെയ്യണം, രണ്ടാമത് ഈ പുട്ട് സെല്ല് ചെയ്യണം. സോ 200 പോയിന്റ് സ്പ്രെഡുള്ള സെല്ല് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഞാൻ എന്താ പറയുന്നത്, മാർക്കറ്റ് ആ ലെവലിൽ പോവുക, അതിന്റെ മുകളിൽ പോവില്ല, ഇവിടെ നിന്ന് കളിക്കും എന്നൊരു വ്യൂവിലാണ് സെല്ല് ചെയ്യുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെ. നിങ്ങൾ പേ ഓഫ് ചാർട്ട് എടുത്ത് നോക്കുക, എത്ര രൂപ പ്രീമിയം ഉള്ളത് ഒക്കെ സെയിം. ബിയർ കോൾ സ്പ്രെഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എത്ര രൂപ ഉള്ള എടുക്കണം? പലൻ പറഞ്ഞ മോഡലിലാണെങ്കിൽ ഒരു 30-40 ആവറേജ് പ്രീമിയം വരുന്ന കോൾ സെല്ല് ചെയ്യാൻ അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ മാർക്കറ്റിൽ IV കൂടുതലാണ്, വിക്സ് കൂടുതലാണ്. ഇന്ത്യ വിക്സ് എത്ര ഇപ്പം? വിക്സ് 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 എവിടെ പോയി? വിക്സ് വിക്സ് കാണുമല്ലോ. ഇന്ത്യ വിക്സ് 13.61, 15-13 ഒക്കെ ആവറേജ് വിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രീമിയം കൂടുതലുള്ളത്. അത് ആ പോയിന്റ് നമ്മൾ വിക്സിനെ പറ്റി പറഞ്ഞപ്പോൾ കവർ ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? പോസ് ഒന്നുമില്ലല്ലോ, കേൾക്കാം അല്ലേ? ഓക്കെ. നൗ കറണ്ട് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് വിക്സ് ഉണ്ട്. 15 ആവറേജ് വിക്സ് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ 2 മാസം മുമ്പുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, 10-9 ആയിരുന്നു വിക്സ്. അപ്പൊ ചിലപ്പോൾ ഈ പ്രീമിയം കിട്ടില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ അലൻ പറഞ്ഞ കാര്യം നടക്കണമെന്നില്ല. അപ്പോഴത്തെ സിനാരിയോയിൽ ചിലപ്പോൾ അലൻ സെല്ല് ചെയ്യുന്നത് 20 രൂപ പ്രീമിയം ഉള്ള സെയിം സ്പ്രെഡിലുള്ളത് 500 പോയിന്റ് താഴെയുള്ള പുട്ടിന് ചിലപ്പോൾ 20 രൂപ പ്രീമിയം ഉണ്ടാവുള്ളൂ. ഇന്ന് എത്രയുണ്ട്? ഇന്ന് ഭാഗ്യവശാൽ 30 ഉണ്ട്. ഇച്ചിരി പ്രീമിയം ഒരു 18 വിക്സ് വരുമ്പം അതിന് 40 രൂപ പ്രീമിയം ഉണ്ടാവും. സോ വിക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. വിക്സും IVക്കും പ്രീമിയത്തിൽ വലിയ റോൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? വിക്സ് 15 മുകളിലുള്ളപ്പോ 500 പോയിന്റ് താഴെയുള്ള പുട്ടിന് 40 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. ഇപ്പൊ വിക്സ് 13 ഉള്ളൂ, ദാറ്റ് മീൻസ് 30 രൂപ പ്രീമിയം ഉള്ളൂ. നാളെ വിക്സ് 10 ഉള്ളൂങ്കിൽ 20 പ്രീമിയം ഉണ്ടാവുള്ളൂ. സോ വിക്സ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പൈസ കിട്ടില്ല. സോ ഇത് നിങ്ങൾക്ക് ഓൺ എക്സ്പീരിയൻസ് നെക്സ്റ്റ് 1 ഇയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പല സിനാരിയോയിലും മാർക്കറ്റിൽ എന്ത് പ്രീമിയം ഉണ്ടെന്ന്. ഞാനൊക്കെ പലപ്പോഴും ഗ്രൂപ്പിൽ പറയാനായിട്ടല്ലേ, ഒട്ടും പ്രീമിയം അല്ല ഒറ്റയിലെങ്കിലും. സോ ഇന്ന് സെല്ല് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ട്. സോ കോൾ സ്പ്രെഡ് നമ്മൾ പഠിച്ച പുട്ട് സ്പ്രെഡിന്റെ നേരെ വിപരീതമാണ്. കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. ഒരു ഔട്ട് ഓഫ് ദ മണിയുള്ള ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു, അതിൻ്റെയും അപ്പുറത്തുള്ള 200-300 പോയിന്റ് പ്രീമിയം നോക്കി ബൈ ചെയ്യുന്നു, എക്സ്പയർ വരെ ഹോൾഡ് ചെയ്യുന്നു, ഒരു 2% ഒക്കെ മാക്സിമം ആവറേജ് പ്രോഫിറ്റ് ആയിരുന്നു ബുക്ക് ചെയ്യുന്നു. ലോസ് വന്നാലും ആവറേജ് 2% ലോസ് അല്ലെങ്കിൽ 2x ലോസ്. നമ്മൾ 30 രൂപയ്ക്കാണ് പൊസിഷൻ സെല്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ എപ്പോൾ 60 എത്തുന്നോ അപ്പോൾ നമ്മൾ ആ മൊത്തം ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം ക്ലോസ് ചെയ്യണം? സെല്ല് ചെയ്ത ലെഗിനെ ആദ്യം ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ബൈ ചെയ്ത ലെഗിനെ ക്ലോസ് ചെയ്യുന്നു. 2% നഷ്ടം ബുക്ക് ചെയ്ത്
സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാർക്കിൽ നിൽക്കും. ക്ലിയർ? യെസ്. പെയർപുട്ട് സ്ട്രാറ്റജി, മാർക്കറ്റ് വ്യൂ മോഡറേറ്റ് ബെയറിഷ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചാർട്ടിൽ ബുള്ളിഷിൽ തന്നെ രണ്ട് സാധനങ്ങളുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ബെയറിഷ് തന്നെ. ബുള്ളിഷിനെ നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ബുള്ളിഷും മോഡറേറ്റ് ബുള്ളിഷും. ഇതിൽ മോഡറേറ്റ് ബുള്ളിഷ് സിനാരിയോസിലാണ് സ്പ്രെഡുകൾ ഏറ്റവും അനുകൂലം. ദാറ്റ് മീൻസ് ഒറ്റയടിക്ക് മാർക്കറ്റ് മുകളിലേക്ക് വരുത്. നിഫ്റ്റി സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല, പതുക്കെ പോയാൽ മതി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ സ്പ്രെഡ് വർക്ക് ചെയ്യുക. ഡൗൺ മൂവ്മെന്റ് ലിമിറ്റ് ആണെങ്കിലാണ് എക്സ്പെക്ടിങ്, ഒരു സ്പ്രെഡിന്റെ എടുക്കുന്ന ഒരാളുടെ എക്സ്പെക്ടേഷൻ ആണ് ഫർദർ മച്ച് ഡൗൺ മൂവ് ലിമിറ്റഡ് ആണെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എടുക്കുക. ക്ലിയർ? ബിയർ കോൾ സ്പ്രെഡ്. ബിയർ കോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരും എന്ന് പ്രഡിക്റ്റ് ചെയ്ത് കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു. ഔട്ട് ഓഫ് ദ മണിയുള്ള കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു, അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ അല്ല. സോ ഇതും തെറ്റാ, ഇവിടെയും തെറ്റാണ്. അറ്റ് ദ മണി അല്ല സെല് ചെയ്യേണ്ടത്, ഔട്ട് ഓഫ് ദ മണി ഒ ടി എമ്മിലുള്ള കോൾ ഓപ്ഷൻ ആണ് സെല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫാർ ഒ ടി എമ്മിലുള്ള, ഇതാരാ വീണ്ടും മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ? ഓക്കെ, ഔട്ട് ഓഫ് ദ മണിയിലുള്ള കോള് സെല് ചെയ്യുക, അതിൽ നിന്നും ഫാർ ഔട്ട് ഓഫ് ദ മണി മേ ബി 200-300 പോയിന്റ് അപ്പുറത്തുള്ള കോള് ബൈ ചെയ്യുക. മാർക്കറ്റ് അതിന്റെ താഴെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് അതിന്റെ പേ ഓഫ് ചാർട്ട്. നേരത്തെ പറഞ്ഞ പോലെ പേ ഓഫ് ചാർട്ട് ആഡ് ചെയ്ത് നോക്കുക, എവിടെയൊക്കെയാണ് ഏത് ദിവസമൊക്കെ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു പേ ഓഫ് ചാർട്ട് കിട്ടും. ഈ ബ്ലൂ ലൈൻ കണ്ടോ? ഈ പേ ഓഫ് ചാർട്ട് പോകുമ്പോൾ അതിനകത്തൊരു ബ്ലൂ ലൈൻ ഉണ്ട്, നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. ഈ ബ്ലൂ ലൈൻ കറന്റ് ഇപ്പോഴത്തെ സിനാരിയോയിലുള്ള പി ആൻഡിലാണ്, ഓരോ ദിവസം പി ആൻഡിൽ. ഈ ഗ്രീൻ കാണിക്കുന്നത് ഓൺ എക്സ്പയറിയിലാണ് ഗ്രീനിലെ പി ആൻഡിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ മൂവ് ചെയ്തെന്ന് വിചാരിക്കൂ, അപ്പൊ ഈ റേഞ്ചിലുള്ള പ്രോഫിറ്റ് ആണ് ഉണ്ടാവുള്ളൂ. ഓൺ എക്സ്പയറി ആകുമ്പോഴാണ് ടോപ്പിലുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇത്രയും പ്രോഫിറ്റ് വരണമെങ്കിൽ ഓൺ എക്സ്പയറിയിൽ വേണം. ബ്ലൂ ലൈൻ കാണിക്കുന്നത് സ്പെസിഫിക് ടൈം റേഞ്ചിലുള്ള പ്രോഫിറ്റ് ആണ്. ഇപ്പൊ നാളത്തെ പ്രോഫിറ്റ് ആണ് അറിയണമെങ്കിൽ നമ്മൾ ഡേറ്റ് നാളത്തേക്ക് കിട്ടും. അപ്പൊ ഈ ബ്ലൂ ലൈൻ ഏതികൂടെ പോകണോ അവിടെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരാം. ഏകദേശം എത്രയാണ്? 1,800 പ്രോഫിറ്റ് വരുള്ളൂ. ഇത് ഫുൾ എക്സ്പയർ വരെ ഹോൾഡ് ചെയ്താലാണ് ഈ പ്രോഫിറ്റ്. അപ്പൊ ഏകദേശം എത്ര വരും? 2,000 ആണ്. അപ്പൊ 2,500 ആണെന്ന് വിചാരിക്കും. ഇതിന്റെ മാക്സിമം പ്രോഫിറ്റ് 2,500 ഓൺ എക്സ്പയറി ആണ്. പക്ഷെ ബ്ലൂ ലൈൻ ഇവിടെ എത്തിയിട്ടുള്ളൂ എങ്കിൽ 1,800 ആയിരിക്കും ഇന്നത്തെ ഇൻട്രാഡേ പ്രോഫിറ്റ് വരുള്ളൂ. അപ്പൊ സ്പ്രെഡിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സ്പ്രെഡിനെ പറ്റി ഡീറ്റെയിൽഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വരും ഹെഡ്ജിങ് സീരീസിൽ ഈ സ്പ്രെഡും ഈ പറയുന്ന സ്പ്രെഡും അതിന്റെ അഡ്ജസ്റ്റ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. ഒന്നാമത്തെ കാര്യം ഹെഡ്ജിങ് സീരീസ് എപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ സമയം പോലെ ചെയ്യാം. ഇപ്പൊ ഈ വീഡിയോ തന്നെ മതിയെന്ന് തോന്നുന്നു. സ്പ്രെഡിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെന്റാ പറയാനുള്ളൂ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സ്പ്രെഡും അയൺ കോണ്ടറും ചേട്ടനും അനിയൻ, അല്ലെങ്കിൽ എന്താ പറയാ, വളരുമ്പോ മോഹൻലാലിന്റെ ചെറുപ്പത്തിലെ രൂപവും അങ്ങനത്തെ സിനിമകളില്ലേ, സ്പ്രെഡ് വളർന്ന അയൺ കോണ്ടറായി എന്ന് പറയുന്ന പോലെ. സോ ഞങ്ങൾ എടുക്കുന്ന മേജർ 2 കാര്യങ്ങളാണ് സ്പ്രെഡ്. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊസിഷൻസ് ഉണ്ടല്ലോ, എന്റെ സ്പ്രെഡ്, എന്റെ ബുൾ പുട്ട് സ്പ്രെഡ്, അത് തിങ്കളാഴ്ച വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അയൺ കോണ്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താണ് അയൺ കോണ്ടർ? സോ അയൺ കോണ്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 സ്പ്രെഡ് ഇല്ലേ, ബിയർ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും, അത് രണ്ടും ക്ലബ് ചെയ്തിട്ടുള്ള സാധനമാണ് അയൺ കോണ്ടർ. ഒരു ബിയർ കോൾ സ്പ്രെഡ് പ്ലസ് ബുൾ പുട്ട് സ്പ്രെഡ്, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ് എന്ത്? അയൺ കോണ്ടർ. അപ്പൊ അയൺ കോണ്ടറിന് എത്ര ലെഗ് ഉണ്ടാവും? ബിയർ കോൾ സ്പ്രെഡിന് 2 ലെഗ്, ബുൾ പുട്ട്സിന് 2 ലെഗ്. സോ അയൺ കോണ്ടറിന് 2+2 4 ലെഗ് ഉണ്ടാവും അയൺ കോണ്ടറിന്. മതി, വീഡിയോ അവസാനിപ്പിക്കാം. കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയായിരിക്കും അയൺ കോണ്ടർ ഇരിക്കുക? ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു പുട്ട് സെല് ചെയ്യുന്നു, കോൾ സെല് ചെയ്യുന്നു, അതിനെ ഹെഡ് ചെയ്യുന്നു. ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു പുട്ട് സെല് ചെയ്യുന്നു, അതിനെ ഹെഡ് ചെയ്യുന്നു. ഇതാണ് അയൺ കോണ്ടർ. എവിടെയായിരിക്കും ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുക? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇതിന്റെ ഇടയിൽ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആവും. ഇതാണ് ഒരു 80% സമയങ്ങളിലും സംഭവിക്കുന്ന ഒരു സിനാരിയോ. ഇതിനെയാണ് നമുക്ക് അയൺ കോണ്ടർ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന എന്റെ പൊസിഷൻ, യെസ്, കാണാൻ വിചാരിക്കുന്നു. ഈ പൊസിഷനെ ഞാൻ അയൺ കോണ്ടർ ആക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇതിൽ ഓൾറെഡി പുട്ട് സെല്ലുണ്ട്, പുട്ട് ബൈയും ഉണ്ട്. ഇതിലേക്ക് എന്താ ആഡ് ചെയ്താൽ മതി? ഒരു കോളും സെല്ലും ഇത് വഴി ആഡ് ചെയ്താൽ മതി. ഏത് സെല്ല് ചെയ്യണം? 2 രീതി ചിന്തിക്കാം. ഒന്ന് റേഞ്ച് വെച്ച് നോക്കാം, അല്ലെങ്കിൽ പ്രീമിയം വെച്ച് നോക്കാം. റേഞ്ച് വെച്ചാണെങ്കിൽ നമ്മളിപ്പോ 500 പോയിന്റ് താഴെയല്ല എടുത്തിരിക്കുന്നത്. സോ 500 പോയിന്റ് മുകളിൽ എടുക്കുക. ഇപ്പൊ നിഫ്റ്റി 22,500 നിൽക്കുന്ന അറ്റ് ദ മണി. അപ്പോൾ 22,550, 23,000-ന്റെയോ 23,050-ന്റെയോ കോള് സെല് ചെയ്യണം. അതിൽ നിന്ന് 200 പോയിന്റ് അപ്പുറത്തുള്ള സംഭവം ബൈ ചെയ്യാം. അപ്പൊ ഇനി തിങ്കളാഴ്ച ഞാൻ അയൺ കോണ്ടർ ആക്കുമ്പോൾ ഇതിൽ എത്ര പൊസിഷൻ ഉണ്ടാവും?
ഈ കമ്മ്യൂണിറ്റിയിൽ. അതിനു മുമ്പ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോട്ടെ എത്രയും പെട്ടെന്ന്. നമുക്ക് ആ ട്രേഡ് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഔട്ട് ഓഫ് ദ മണി ഉള്ള ഒരു കോളും കോള് ബൈയും കോള് സെല്ലും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. ഏതായിരിക്കും മോസ്റ്റ് പ്രോബബിളി? മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയി നിൽക്കുവാണ് തിങ്കളാഴ്ച, വലിയ മൂവ്മെന്റുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ അപ്സൈഡ് മൂവ്മെന്റ് വരുന്നില്ലെങ്കിൽ മാത്രം കേട്ടോ, ഡിപ്പെൻഡ്. ഇപ്പൊ തീരുമാനിക്കില്ല, തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പോഴാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഏത് സെല്ല് ചെയ്യും? നിഫ്റ്റി 23,000 23,050 കോള് സെല്ല് ചെയ്യും, 23,200 250 കോള് ബൈ ചെയ്യും, എന്നിട്ട് കൈ കെട്ടിയിരിക്കും. അപ്പൊ എന്റെ പ്രോഫിറ്റ് എത്ര കിട്ടും? അതിൽ നിന്നും കിട്ടും എനിക്കൊരു 1% പ്രോഫിറ്റ്. അപ്പോൾ 1+1 ഒരു 2% പ്രോഫിറ്റിൽ എനിക്ക് ഈ ആഴ്ച എൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പയറി ആയില്ലെങ്കിൽ, അങ്ങനെ അയൺ കൗണ്ടർ ആക്കിയില്ലെങ്കിൽ ഇത് 1%-ൽ ചുരുങ്ങും. ക്ലിയർ? സോ നീ അയൺ കൗണ്ടർ ആവശ്യമുണ്ടോ? എത്ര ലെഗ് ഉണ്ട്? 4 ലെഗ്. ഒരു കോൾ സെല്ല്, ഒരു കോൾ ബൈ, ഒരു പുട്ട് സെല്ല്, ഒരു പുട്ട് ബൈ. ഇതാണ് ഇതിന്റെ പേ ഓഫ് ചാർട്ട്. നേരത്തെ പറഞ്ഞ പോലെ 4 ലെഗുകളാണ് ഉള്ളത്. ഔട്ട് ഓഫ് ദ മണിയുള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, ഔട്ട് ഓഫ് ദ മണിയുള്ള കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു, ഔട്ട് ഓഫ് ദ മണിയുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു, ഔട്ട് ഓഫ് ദ മണിയുള്ള പുട്ട് സെല് ചെയ്യുന്നു. ഇത് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, എങ്ങനെ എടുക്കണം? അയൺ കൗണ്ടർ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഇത് ചെയ്യണം, ഇത് ചെയ്യണം. ഇത് രണ്ടുമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ബൈ ചെയ്യേണ്ട ലെഗ് രണ്ടും ആദ്യം തന്നെ ബൈ ചെയ്യുക. അതല്ലെങ്കിൽ ഓർഡറിൽ എടുത്താൽ മതി. ഇത് ബൈ ചെയ്യുക, ഇത് സെല്ല് 2, ഇത് 3, ഇത് 4. ഈ ഒരു ഓർഡറിൽ വേണം ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ. മനസ്സിലായോ? ബൈ ചെയ്ത ഓർഡറിൽ, ബൈ ചെയ്ത് അതിന്റെ സെല്ല് ചെയ്യുക, ഇവിടെ ബൈ ചെയ്ത് അതിന്റെ സെല്ല് ചെയ്യുക. ആ ഒരു ഓർഡറിൽ വേണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. മനസ്സിലായില്ലെങ്കിൽ ഈ പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് നോക്കാം. എന്റെ ഈ ഓർഡർ നോക്കാം. 1, 2, താഴ്ത്തിയാണ് 3, ബൈ ഇതാണ് 3, 4 ഇതാണ് ഓർഡർ. പേ ഓഫ് ചാർട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ ഒരു റേഞ്ച്, ഇത്രയും റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ എക്സ്പയറി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അവിടെ നിന്നും കിട്ടും 1%, ഇവിടെ നിന്നും കിട്ടും 1%. ഈ പേ ഓഫ് ചാർട്ടിലേക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ പോയി കഴിഞ്ഞാൽ വീഡിയോ തീരില്ല. തൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എടുക്കേണ്ട ലെഗ് ആൻഡ് എടുക്കുക. ഞാൻ തിങ്കളാഴ്ച നിങ്ങൾ എന്റെ ജോയിൻ ചെയ്യാൻ നെക്സ്റ്റ് വീക്ക്, അടുത്ത വീക്കിൽ നമ്മൾ സ്പ്രെഡ് എടുക്കുമ്പോൾ സ്പ്രെഡിൽ എൻ്റർ ചെയ്യാം. ആ സ്പ്രെഡിന് ഞങ്ങൾ അയൺ കൗണ്ടർ ആക്കാം, നിങ്ങൾക്ക് അയൺ കൗണ്ടർ ആക്കാം, അതിന്റെ പേ ഓഫ് ചാർട്ട് അനലൈസ് ചെയ്യാം. ഇതൊക്കെ റിയൽ ട്രേഡിംഗിൽ പഠിക്കേണ്ട കാര്യമായതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് എന്ത് സ്ട്രാറ്റജിയാണ്? ഒരു ക്രെഡിറ്റ് സ്ട്രാറ്റജിയാണോ ഡെബിറ്റ് സ്ട്രാറ്റജിയാണോ? നെറ്റ് ക്രെഡിറ്റ് ആയിരിക്കും, ഡെബിറ്റ് ആയിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. കാരണം ഡിഫറൻസ് നോക്കിയേ, ഈ കോളിന്റെ സൈസിൽ നിന്ന്, ഈ കോളിന്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് 17 - 3 എത്ര കിട്ടും? 17 - 3 എന്ന് പറഞ്ഞാൽ 14. ഇവിടെ ഒരു 14 രൂപ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ഈ സൈഡിൽ നിന്നോ, പുട്ടിന്റെ സൈഡിൽ നിന്ന് 7 - 4 ഒരു 3 രൂപ ക്രെഡിറ്റ് കിട്ടും. അപ്പൊ മൊത്തം ഇതിലെ ക്രെഡിറ്റ് എത്രയായി? 14 + 3 17 റുപ്പീസ് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രെഡിറ്റ് അയൺ കൗണ്ടർ ആണ്, ഒരു സെൽ ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. എന്തായാലും നമ്മളുടെ പൊസിഷൻസ് ക്രെഡിറ്റിലായിരിക്കും എൻഡ് ചെയ്യുക, നമ്മുടെ സിനാരിയോ കറക്റ്റ് ആണെങ്കിൽ. 17 റുപ്പീസ് ആണ് ഇതിൽ നിന്ന് നെറ്റ് കളക്ട് ചെയ്യുക. അപ്പൊ ഇൻറ്റു ഒരു ലോട്ട് എത്രയാണ്? നിഫ്റ്റി 50 ആണെങ്കിൽ ഇൻറ്റു 50, 17 × 50. സോ എത്ര വേണം? 17 × 50 850 രൂപയാണ്. 850 റുപ്പീസ് ആണ് ഇതിൽ നിന്ന് നെറ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, 850 രൂപ. ആൻഡ് അപ്പോൾ ഒരു ചോദ്യം, എടുക്കാൻ എത്ര ക്യാപിറ്റൽ വേണം? അയൺ കൗണ്ടർ എടുക്കാൻ എത്ര ക്യാപിറ്റൽ വേണം? ആവറേജ് ഒരു 50,000 to 60,000, മാക്സിമം പോയ 60,000 രൂപ ഒരു ലോട്ട് എടുക്കാൻ മതി. അപ്പൊ നേരെ തിരിച്ചായില്ലേ, സ്പ്രെഡ് ഒരെണ്ണം എടുക്കാത്ര വേണമെന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് എടുക്കാൻ ഒരു ആവറേജ് 25,000 വേണം. നമ്മൾ എടുത്തിരിക്കുന്നത് 2 സ്പ്രെഡ് അല്ലേ, കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും. സോ 25,000 + 25,000 50,000. സോ സ്പ്രെഡ് എടുക്കാൻ 25,000 ക്യാപിറ്റൽ മതി. കോളും പുട്ടും എടുക്കുന്നതുകൊണ്ട് അയൺ കൗണ്ടർ എടുക്കാൻ 50,000 60,000 രൂപ. എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 20% കൂടുതൽ ക്യാപിറ്റൽ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം M2M ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30% അല്ലെങ്കിൽ 5% ഒക്കെ നിഫ്റ്റി മൂവ് ചെയ്താൽ പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട് 5% ഒക്കെ നിഫ്റ്റിയിൽ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള M2M ലോസിനെ കവർ ചെയ്യാൻ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പൈസ വേണമെങ്കിൽ എപ്പോഴും ഒരു ഓപ്ഷൻ സെല്ലർ അവന്റെ ഫുൾ എമൗണ്ട് യൂസ് ചെയ്യരുത്, 20% ക്യാപിറ്റൽ റിസർവ് ചെയ്തോണം. അപ്പം 50,000 രൂപയാണ് എനിക്ക് എടുക്കാൻ മതിയെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 60,000 മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഈ ട്രേഡ് എടുക്കാനായിട്ട്. ക്ലിയർ? സോ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്, ഒരു 60,000 റേഷ്യോ, ഒരു 1.2 lakhs നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എടുക്കുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് ആണെങ്കിൽ 1,20,000 രൂപയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിയും കൂടി 60,000 വെച്ച് 1,20,000 മെയിൻറ്റെയിൻ ചെയ്യും ഒരു ലോട്ട് എടുക്കാനായിട്ട്. നിഫ്റ്റി മാത്രം എടുക്കുന്നവരാണെങ്കിൽ പെർ ലോട്ട് 60,000. നിങ്ങൾ ഒരു കോപ്പി ട്രേഡ് മെമ്പർ ആണെങ്കിലേ, ഞങ്ങളുടെ ഒപ്പം കോപ്പി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ 60,000 കൊണ്ടോ അല്ലെങ്കിൽ 1.2 lakhs കൊണ്ടോ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ലോട്ട് സൈസ് ഫിക്സ് ചെയ്യുന്നത്. കറക്റ്റ് ആയിരിക്കും. നിങ്ങളെപ്പോലെ ചകവറയൊന്നും നമ്മൾ കയറി എടുക്കില്ല. 10 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം ഹരണം 60,000 അത്രയും ലോട്ടായിരിക്കും നമ്മൾ. മേ ബി അത് കൊടുക്കില്ല, അതിനകത്തും ഒരു 20% മെയിൻറ്റെയിൻ ചെയ്യും.
10 ലക്ഷം ഉള്ളവരോട് 8 ലക്ഷത്തിനെ നമ്മൾ എടുക്കുകയുള്ളൂ. 100 മേ ബി 13 അല്ലെങ്കിൽ 14 12-13 ലോട്ടൊക്കെയാണ് ഞങ്ങൾ ഈ 10 ലക്ഷം ക്യാപിറ്റൽ ഒരാളുടെ അക്കൗണ്ടിൽ അയൺ കോണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എടുക്കാറുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എന്റെ 5 lakhs അക്കൗണ്ട് പോർട്ട്ഫോളിയോ നിങ്ങൾ കണ്ടതാണ്. എന്റെ 5 ലക്ഷം ഉണ്ടായിട്ട് കൂടെ എനിക്ക് എത്ര എടുത്തുള്ളൂ? 400 ക്വാണ്ടിറ്റിയാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ? സോ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അയൺ കോണ്ടർ ഉണ്ടാക്കാനായിട്ട് 50,000 രൂപ ആവറേജ് ക്യാപിറ്റൽ വേണം. 50,000 രൂപ കൊണ്ട് 800 രൂപ പ്രോഫിറ്റ് കിട്ടാന്ന് വെച്ചാൽ ക്ലിയർലി അറൌണ്ട് 2% പ്രോഫിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സാമ്പിൾ കാണിച്ചിരിക്കുന്ന അയൺ കോണ്ടറിൽ നിന്ന് എനിക്കൊരു ആഴ്ച കൊണ്ട് കിട്ടുന്നത് എത്രയാണ്? 2% പ്രോഫിറ്റ് ആണ് കിട്ടുക ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. എന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് 50,000 ആണെങ്കിൽ അതിന് 2% പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ കിട്ടാം. ഓപ്ഷൻ സെല്ലർ എപ്പോഴും ഇങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആളായിരിക്കും. അവൻ അങ്ങനെ എന്റെ ക്യാപിറ്റൽ 5 ദിവസം കൊണ്ട് 10 ഇരട്ടി ആവണോ 100 ഇരട്ടി ആവണോ അങ്ങനെ ചിന്തയൊന്നുമില്ല. എനിക്ക് ഈ ആഴ്ച 2% കിട്ടിയാൽ മതി, പോയാൽ 2% പോവും. അങ്ങനെ ഈ മാസം അവസാനിക്കുമ്പോൾ ഒരു 3% കിട്ടിയാൽ മതി. അങ്ങനെ ഈ കൊല്ലം അവസാനിക്കുമ്പോൾ 25. ഇത് ഈ കണക്ക് വ്യത്യാസമുണ്ട് എന്ന് ആലോചിക്കേ. ആഴ്ചയിൽ 2 ആണെങ്കിൽ മാസം എത്ര കിട്ടും? 8% കിട്ടും. മാസം 8 ആണെങ്കിൽ കൊല്ലം എത്ര കിട്ടും? 80-90% കിട്ടും. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ സ്കെയിലപ്പ് ചെയ്യണ്ടോ? ഇല്ല. ഒരു മാസത്തിലെ പല ആഴ്ചകളിൽ നഷ്ടം വരാം. ഒരു കൊല്ലത്തിലെ പല മാസം നഷ്ടത്തിൽ അവസാനിക്കാം. ഈ നഷ്ടവും ലാഭമൊക്കെ കൂട്ടിക്കഴിച്ചാലും ഈ ഒരു സിനാരിയോയിൽ വേണം എൻഡ് ചെയ്യാൻ. വീക്കിലി 2%, മന്ത്ലി 3-5%, ഇയർലി 25-35-40 അപ് ടു 40% ഒക്കെ വരെ കിട്ടിയ മാസങ്ങളുണ്ട്. ഒന്നും കിട്ടാത്ത കൊല്ലങ്ങളും ഉണ്ട് കേട്ടോ. ഒരു കൊല്ലം മൊത്തം പണി എടുത്തിട്ട് ഒന്നും കിട്ടാത്ത കൊല്ലങ്ങളും ഉണ്ട്. ഇതൊക്കെ ട്രേഡർ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സംഭവിക്കാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അയൺ കോണ്ടർ എന്നുള്ള ഒരു കാര്യത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പേ ഓഫ് ചാർട്ട് പഠിച്ചു. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കാണിച്ചു തന്നു. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നെറ്റ് പ്രോഫിറ്റ്, ക്രെഡിറ്റ്, കോൾ സ്പ്രെഡ് ചെയ്യുന്ന എത്ര ക്രെഡിറ്റ് കിട്ടി, പുട്ട് സ്പ്രെഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കിട്ടി, രണ്ടും കൂട്ടിയാലുള്ള ക്രെഡിറ്റ് ആണ് അയൺ കോണ്ടർ. നെറ്റ് ലോസ് ഓഫ് പ്രോഫിറ്റും അങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്ഷൻ സെല്ലിംഗ്, യെസ്, ദാറ്റ്സ് ഇറ്റ്. ഏകദേശം അയൺ കോണ്ടറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു വിചാരിക്കുന്നു. അയൺ കോണ്ടർ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. എനിവേ സമയം കഴിയാറായതുകൊണ്ട് ഇനിയും 10 മിനിറ്റ് കൂടെ ഉള്ളൂ. കൂടുതൽ വിവരിക്കുന്നില്ല. അത്യാവശ്യം കാര്യങ്ങൾ ഒരു ട്രേഡർക്ക് വേണ്ട തുടങ്ങാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ടത് മെയിൻ മറ്റേ തിങ്ങാണ്. എന്ത്? കഥ കേട്ടതുകൊണ്ട്, ബാലരമ വായിച്ചതുകൊണ്ടും 50,000 രൂപ എടുത്ത് എവിടെയെങ്കിലും പോയി കോഴ്സ് പഠിച്ചതുകൊണ്ടും നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കില്ല. ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കണമെങ്കിൽ ചെയ്യണം. അക്കൗണ്ടിൽ ഒരു 50,000-60,000 വേണ്ട, 1 ലക്ഷം രൂപ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ലോട്ട് സ്പ്രെഡ് എടുക്കുക, മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അയൺ കോണ്ടർ ആക്കുക. ആഴ്ചയിൽ 1%-2% ഒക്കെ ഫിക്സഡ് പ്രോഫിറ്റ് ഉണ്ടാക്കി മന്ത്ലി നമുക്കൊരു കുഴപ്പമില്ലാത്ത ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന, ഇത് നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യില്ലേ, ഈ വീഡിയോ കാണുന്ന കത്തി പലിശക്കാർ, ബ്ലേഡ് പലിശക്കാരുണ്ടെങ്കിൽ, 3 രൂപയ്ക്ക് ഒക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന നാട്ടിൽ ബ്ലേഡിന് ചീത്തപ്പേരുള്ളവരുണ്ടെങ്കിൽ ആ പണി നിർത്തി ഇതിലേക്ക് വരാം. 3% മന്ത്ലി വലിയ പാടില്ല. 2-3 ഗുണങ്ങളുണ്ട് ബ്ലേഡ് പലിശ നിർത്തി ഇത് തുടങ്ങി കഴിഞ്ഞാൽ. ഒന്ന്, നാട്ടിൽ ചീത്തപ്പേര് പോയി കിട്ടും. 2, മറ്റേ കുബേര പോലുള്ള കേസുകളിൽ പെട്ട് ജാമായി പോണ്ട. 3, നിങ്ങൾ നാട്ടിൽ പലിശയ്ക്ക് കൊടുത്ത ആൾ എവിടെയെങ്കിലും ഒളിച്ചോടിയാലോ എന്തെങ്കിലും പറ്റിയാലോ അയാൾ കാശ് തിരിച്ചു തരാത്ത റിസ്ക് ഇവിടെ ഇല്ല. നിങ്ങളുടെ ഡിമാറ്റിൽ തന്നെ പൈസ കിടക്കുന്നത്. നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലോസിനെ. സോ പുറത്ത് പലിശയ്ക്ക് കൊടുക്കുന്നവര്, അത്തരം ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നവരെ ഇവിടെ കമോൺ. ഇവിടെ ലീഗലായിട്ട് നിങ്ങൾക്ക് മന്ത്ലി കുഴപ്പമില്ലാത്തൊരു റവന്യൂ, കൺസിസ്റ്റന്റ് റവന്യൂ, ഒരു മന്ത്ലി റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഓപ്ഷൻ സെല്ലിംഗ്. ആൻഡ് നിങ്ങൾക്ക് ഹോൾഡിംഗ് ഉള്ളവരും അവരെയും ഞാൻ ക്ഷണിക്കുവാണ്. നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഹോൾഡിംഗിൽ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ ആ പൈസ പ്ലെഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ അഡീഷണൽ ഇൻകം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉള്ള ഒരു ക്ലയന്റ് ആണെങ്കിൽ നിങ്ങൾ അത് പ്ലെഡ്ജ് ചെയ്ത് ഒരു 8 ലക്ഷം കിട്ടും. അത് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മന്ത്ലി 2%, 3% ഒക്കെ കിട്ടും. വാട്ട് എവർ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ഒരു പ്ലസ് ആണ്. 1 രൂപ പലിശ കൊടുക്കാതെ വെറുതെ കിട്ടുന്ന പൈസയല്ലേ. സോ ഒരു ക്രെഡിറ്റ് ആണ്. ആൻഡ് തുടക്കം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം, എൻ്റെ ടീമിന്റെ ഒപ്പം ഇതുപോലെ 3 രീതിയിൽ ഓപ്ഷൻ സെല്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. 1, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ പോരാ, ഇതിന് ഇൻഡെപ്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. 7 days, 10 days, നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസങ്ങൾ, നിങ്ങൾ തീരുമാനിക്കുന്ന സമയം വരെ ക്ലാസ് എടുക്കാം. ഫ്രീ, ആബ്സൊല്യൂട്ട്ലി ഫ്രീ. സെക്കൻഡ്, ഞങ്ങൾ എടുക്കുന്ന ഇപ്പൊ പൊസിഷൻസ്, ഇപ്പൊ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കാണിച്ചതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ എടുക്കുന്ന പൊസിഷൻ ലൈവ് എടുക്കാം. എൻ്റെ ഒപ്പം ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം, ഫ്രീ. ആൻഡ് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, മടിയന്മാരാണ് നിങ്ങളെങ്കിൽ, ഞങ്ങൾ സമയമില്ല, അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ വരുന്നൊക്കെ പേടിയുണ്ട്, കുറച്ച് നാളൊന്ന് കണ്ടു പഠിക്കണമെങ്കിൽ എൻ്റെ ട്രേഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, ഫ്രീ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്യാം.